Good evening all. Thank you for coming along for this science talk by Dr. Vaisakhan Thampi. സിഡ്നി മലയാളി കമ്മ്യൂണിറ്റിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്തരം അധികം പരിപാടികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. We are so happy that we have Dr. Vaisakhan here with us tonight. വൈശാഖനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാരണം ഐ നോ most of you know him either directly or through YouTube, and we are all here because we want to listen to him and we love him. എസൻസിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിൽ ശാസ്ത്രീയ മനോവൃത്തി, സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എസൻസ്. പ്രശസ്ത എഴുത്തുകാരനും സ്വതന്ത്ര ചിന്തകനും സർവോപരി ഒരു മലയാളിയാണ് എന്ന് നമ്മളെല്ലാം അഭിമാനിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ സി രവിചന്ദ്രൻ, പ്രശസ്ത സംവിധായകൻ ശ്രീ സജീവൻ അന്തിക്കാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലായിരുന്നു ഇതിൻ്റെ തുടക്കം. ഇതിൻ്റെ ഒരു പ്രധാന മിഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഇത്തരം പല സംഘടനകൾ ഇന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നുവെന്ന് എസൻസ് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇന്നത്തെ സമൂഹത്തിൽ? ഇൻ്റർനെറ്റ് സുലഭമായതോടുകൂടി വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അശാസ്ത്രീയതകളും അന്ധവിശ്വാസങ്ങളുമൊക്കെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും പായുകയാണ്. അപ്പോൾ we need someone to tell the truth that makes some sense. കാരണം നമുക്കൊരിക്കലും ഇരുട്ടിനെ നോക്കി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇരുട്ട് എന്തെങ്കിലും ഒരു തിരി കത്തിച്ച് വെച്ചാൽ മാത്രമേ വി വിൽ ഹാവ് സം ലൈറ്റ്. ഇതൊരു ഗ്ലോബൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംഘടനയാണെങ്കിലും വി വർക്ക് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. ഹ്യൂമനിസം ഒഴികെ മറ്റൊരു ഇസങ്ങളോടും നമുക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല. വി ആർ എ വെരി സ്മോൾ ബട്ട് എ ഗ്രേറ്റ് ടീം ഹിയർ. We are actually looking for more members to join us so that we can organize more programs like this. We are still in the process of registering this organization. അതുകൊണ്ട് തന്നെ we don't have any other source of funding. ഞാനത് പറഞ്ഞത് we welcome any contributions. അപ്പോൾ if you contribute, no matter how small it is, so you will be participating in that educational mission. മാൻ ആൻഡ് സയൻസ്, ശാസ്ത്രത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. വി ആക്ച്വലി സജസ്റ്റഡ് എ ഫ്യൂ ടോപ്പിക്സ് ടു വൈശാഖൻ ആൻഡ് ഹി ആക്ച്വലി സെലക്റ്റഡ് ദിസ് വൺ ആൻഡ് വി ആർ സോ ഗ്ലാഡ് ദാറ്റ് ഹി സെലക്റ്റഡ് ദിസ്. പ്രപഞ്ചം കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും വിസ്മയിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ എന്ന പ്രതിഭാസം തന്നെയാണ്. പരിണാമത്തിൻ്റെ ഒരു ഘട്ടം വരെ മറ്റു ജീവികളുമായി വലിയ വ്യത്യാസമൊന്നുമില്ലാതിരുന്ന മനുഷ്യൻ അവൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തതോടുകൂടി അവന് തന്നെ ഒരു വലിയ അത്ഭുതമായി മാറി. അവൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, ഭാഷ കൈകാര്യം ചെയ്യുന്നു. മറ്റു ജീവികളൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സയൻസ് വരുന്നത് വരെ അവനെക്കുറിച്ച് തന്നെ പല പല കഥകൾ മെനഞ്ഞിട്ടുണ്ട്. ആ കഥകളിൽ നാച്ചുറലും സൂപ്പർ നാച്ചുറലുമായിട്ടുള്ള പല കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ, 1400 വർഷം മുമ്പുള്ള കഥകൾ, ഇങ്ങനെ പല കഥകളുണ്ട്. ആ പല കഥകളിൽ ഇന്ന് പലരും അഭിരമിക്കുന്നുണ്ട്. പക്ഷേ സയൻസ് വന്നതോടുകൂടി ഈ കഥകളൊക്കെ അപ്രസക്തമാക്കിയ കാര്യം ഒന്നുകിൽ അവർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയുന്നതായിട്ട് ഭാവിക്കുന്നില്ല. എന്തൊക്കെയായാലും അറിഞ്ഞവരും അറിഞ്ഞതായി ഭാവിച്ച സമൂഹങ്ങളിലുമൊക്കെ വന്ന മാറ്റങ്ങൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമാണ്. ഇന്ന് സയൻസ് മനുഷ്യൻ എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നും എങ്ങനെ ഇവിടെ വരെ എത്തിയെന്നും നമുക്കൊരു വ്യക്തമായ ചിത്രം തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഹൂ ആർ വി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വി ആർ ഓൾ സ്റ്റാർ ഡസ്റ്റ്. അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഐ ഹോപ്പ് വൈശാഖൻ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ബിക്കോസ് ഐ ലേൺ ഇറ്റ് ഫ്രം ഹിം. ആൻഡ് വേർ ഡിഡ് വി കം ഫ്രം? വി ഓൾ കെയിം ഫ്രം ആഫ്രിക്ക. എന്താണ് നമ്മുടെ ജാതി?
Homo sapiens sapiens. This basic but very profound knowledge about human beings as a unique power that can unite us all. വൈശാഖൻ തന്നെ ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ജൈവ പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് വേദങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്സ് തിരയുന്ന ഒരു സംഖ്യ മനസ്സാണ് എനിക്കുണ്ടായിരുന്നതെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്. Evolution is such a basic knowledge on human beings. We can't say we learned the very basics about human beings without learning evolution. I think if evolution is taught in its relevant details in schools at an appropriate age, our society will change for better. അതുവരെ കൊണ്ടു നടന്ന പല ഗോത്രീയതകളും അവർ എടുത്ത് തൊട്ടിലെറിയും. പിന്നെ അവരാരുടെയും കൈയും കാലും വെട്ടാൻ പോവില്ല. അതും in the opposite sides as it is written in the fairy tales. us and them എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. So it's extremely important that we learn about ourselves in the light of science. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തികളിൽ ഒരാളാണ് വൈശാഖൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രസൻറ്റേഷന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ആൻഡ് ചിൽഡ്രൻ ആർ എൻകറേജ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് on the basic fundamentals of this universe or on the subject. A very good evening to all and thanks for the welcome. സിഡ്നിയിൽ ഇത്രയധികം മലയാളികളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് അല്പം ശാസ്ത്രം സംസാരിക്കുന്നതിനായിട്ട് ലഭിച്ച ക്ഷണത്തിന് എസൻസ് സിഡ്നിയിലെ സംഘാടകരോടും അതിന് പ്രോത്സാഹനം എന്ന പോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളികളോടുമുള്ള നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. സ്നേഹവും. ശാസ്ത്രത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊരു പക്ഷേ പലർക്കും വ്യക്തമായി കാണില്ല. ആരാണ് ഇവിടുത്തെ ക്ലീറ്റസ് എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ മനുഷ്യ സമൂഹം ആണ് ഇവിടെ ക്ലീറ്റസ് ആയി നിൽക്കുന്നത്. നമ്മുടെ നാടായ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് വേറെ ആരെങ്കിലും അല്ല, നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. മലയാളികളെ പ്രബുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്നതും മലയാളികൾ തന്നെയാണ്. മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നതും മുതിർന്നവർ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ അവിടെ ശരിക്കും ഈ ക്ലീറ്റസ് അല്ലെങ്കിൽ നമ്മളാകുന്ന ഈ ക്ലീറ്റസ് ദൈവത്തിൻ്റെ സ്വന്തമാണോ ശാസ്ത്രത്തിൻ്റെ സ്വന്തമാണോ എന്നൊരു അന്വേഷണം. അങ്ങനെയെങ്കിൽ എന്താണ് ഇവിടെ നമ്മളെല്ലാം സ്വന്തമാക്കുന്നു എന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ആ ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പക്ഷേ വേണമെങ്കിൽ അല്പം ഈ സ്പിരിച്വാലിറ്റിയോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, എന്തെങ്കിലും സ്പിരിച്വൽ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ there can be a somewhat spiritual aspect of science. ആ വാക്ക് വളരെ ഒരു ലാൻഡ് മൈൻ പോലത്തെ ഒരു വാക്കാണ്, ചവിട്ടിയാ പൊട്ടും. അപ്പോൾ അത് ആ വാക്ക് അത് വേണോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനത്തിന് വിടുന്നു. സോ there is a connection of human beings with the universe we are living in through the knowledge we have acquired so far in the method of science. സയൻസിൻ്റെ രീതിയിലൂടെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയ അറിവുകൾ നമ്മളോട് സംസാരിക്കുന്നത് ഇതുപോലെ ഇതിനു മുമ്പുള്ള മതസാഹിത്യങ്ങളോ പൗരോഹിത്യ പ്രസംഗങ്ങളോ നമ്മളോട് പറഞ്ഞതിനപ്പുറം മനുഷ്യന് ഈ പ്രപഞ്ചവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അത് ഈ ഒരുപക്ഷെ വേദാന്തികളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ അഹന്ത ബ്രഹ്മം പ്രജ്ഞ എന്നൊക്കെ പറയുന്ന അത്തരം ഒരു റൂട്ടിലൂടെയുള്ളൊരു കണക്ഷനല്ല. അത് ആരുടെയെങ്കിലും ഊഹത്തിലോ ആരുടെയെങ്കിലും ഭാവനാ സൃഷ്ടിയിലോ ഉള്ളതല്ലാതെ നമ്മൾ ഇതിനകം എസ്റ്റാബ്ലിഷ്ഡ് സയൻറ്റിഫിക് ഫാക്ട്സിലൂടെ മനസ്സിലാക്കിയെടുക്കാവുന്ന കാണാൻ കഴിയുന്ന ഒരു കണക്ഷൻ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ശാസ്ത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും ഒരു ചെറിയൊരു ഡിസ്കഷൻ ആദ്യം വേണമെന്നുള്ളൂ തോന്നുന്നു. അതിന് നമുക്കാദ്യം എന്താണ് നമ്മൾ ഈ മനുഷ്യരെന്ന് ഇപ്പോൾ വിളിക്കുന്ന ആരെയാണ്? അവിടെ ശരിക്കും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ജീവി ഭൂമിയിലുണ്ടായിട്ട് ഒരു 2-3 ലക്ഷം വർഷങ്ങൾ ആയിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് നമ്മളോട് പറയുന്നത്. പക്ഷേ ആ ഒരു
ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഹോമോസാപ്പിയൻസ് പറഞ്ഞാൽ നമ്മുടെ പോലെയുള്ളൊരു മനുഷ്യനുമായിട്ട് ഈ ബയോളജിക്കലായിട്ടുള്ള സാമ്യം മാത്രമേ ഉള്ളൂ. ജീവിതശൈലിയിലും ചിന്താഗതിയിലും ഒന്നും യാതൊരു സാമ്യവുമില്ല. ഒരുപക്ഷെ നമ്മൾ ഇന്ന് മൃഗങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആനിമൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു അതുപോലെ തന്നെ ജീവിച്ചിരുന്ന ജീവികളാണ് അന്നവർ. പിന്നീട് നമ്മൾ ആദ്യമായിട്ട് ഒരുപക്ഷെ വ്യത്യസ്തരാകുന്ന നമ്മൾ പുതിയ ഉപകരണങ്ങളൊക്കെ കണ്ടെത്തുകയും നമ്മൾ പരസ്പരം ഭാഷ ഉപയോഗിച്ച് സ്വയം നമ്മുടെ തന്നെ മറ്റ് സ്പീഷീസിൽപ്പെട്ട ആൾക്കാരുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവ് വരികയും അങ്ങനെ നമ്മൾ പിന്നീട് ഒരിടത്ത് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുകയും കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ ആഹാരങ്ങൾ നമ്മൾ താമസിക്കുന്നിടത്ത് ഉണ്ടാക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തതാണ് നമ്മൾ ഇന്ന് നാഗരിക മനുഷ്യൻ അല്ലെങ്കിൽ മോഡേൺ മാൻ എന്ന് വിളിക്കുന്ന ഇന്നത്തെ നമ്മുടെ മനുഷ്യൻ്റെ തുടക്കം. അത് തന്നെ ഇന്നത്തെ തെളിവുകൾ നമ്മളോട് പറയുന്നത് കഷ്ടിച്ച് 10,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മനുഷ്യൻ്റെ സിവിലൈസേഷൻ അല്ലെങ്കിൽ ആധുനിക മനുഷ്യ സംസ്കാരത്തിൻ്റെ പഴക്കം നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു 10,000 വർഷത്തെ പഴക്കമുണ്ട് തൽക്കാലം നമുക്ക് കണക്കാക്കാം. 10,000 എന്ന് പറയുന്ന സംഖ്യ. പക്ഷേ 1 കഴിഞ്ഞിട്ട് 4 പൂജ്യമുള്ള സംഖ്യയാണ് 10,000. 10,000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു സ്വന്തം എക്സ്പീരിയൻസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈം പീരീഡ് അല്ല. ഇപ്പോൾ തൽക്കാലം ഊഹിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 10,000 വർഷത്തെ നമുക്കൊന്ന് ചുരുക്കാം. ഈ 10,000 വർഷത്തിന് ശരിക്കും നമ്മൾക്കറിയാവുന്ന ഒരു വർഷത്തിൻ്റെ നീളമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അതായത് 10,000 വർഷങ്ങളെ നമ്മൾ 365 ദിവസങ്ങളായിട്ട് സങ്കല്പിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കലണ്ടറാണ് മനുഷ്യൻ്റെ ഇതുവരെയുള്ള സിവിലൈസ്ഡ് മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജനുവരി 1 മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ഇന്നത്തെ ദിവസം ഡിസംബർ 31. ആ ഒരു വർഷത്തെ നമ്മൾ ഈ 10,000 വർഷം നീണ്ടു കിടക്കുന്ന ചരിത്രത്തെ ഒരു വർഷത്തിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ച സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ അറിവുകളോ നോക്കിയാൽ ഇത് ഈ കലണ്ടറിൽ ഏത് കാലത്താണ് ഏത് സമയത്താണ് ഉണ്ടായിരിക്കുന്നത്, ഈ ഒരു വർഷം നീണ്ട നമ്മുടെ ചരിത്രത്തിൽ ഏത് സമയത്താണ് ഇതുണ്ടായിരിക്കുന്നത്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഈ ഒരു അന്വേഷണം മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. നടത്തിയാൽ വളരെ കൗതുകകരമായ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇതാണ് ആ കലണ്ടർ. നമ്മുടെ 10,000 വർഷത്തെ ഒരു 365 ദിവസമുള്ള ഒറ്റ വർഷത്തെ കലണ്ടറിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ ജനുവരി 1 മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിക്കുന്നു. പിന്നീട് അവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ സാങ്കേതിക വിദ്യകൾ ആ കലണ്ടറിലെ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ സ്വായത്തമാക്കി അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തത് എന്നുള്ളതാണ്. എല്ലാം വായിക്കാനുള്ള സമയമില്ലെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂൺ 16 നമ്മൾ ആണി കണ്ടുപിടിക്കുന്നത്. ആണി നെയിൽസ് എത്ര മാസം കഴിഞ്ഞു എന്ന് കണക്കാക്കുക. ഇത്രയധികം സമയമെടുത്തു ഈ ആണി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടെത്തി ഉപയോഗിക്കാൻ തുടങ്ങി. ആണി വളരെയധികം മനുഷ്യനെ മാറ്റിമറിച്ചൊരു സാങ്കേതിക വിദ്യയാണ്. ഈ വലിയ വലിയ സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇവയെ കൂട്ടി യോജിപ്പിക്കുന്ന ഈ ആണി, അതിനു മുമ്പ് ഇത്തരം സാധനങ്ങൾ നിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കെട്ടിനൊക്കെ കയറ് കൊണ്ട് കെട്ടുകയൊക്കെ ചെയ്യുന്നതിന് ആണിയുടെ ഒരു ബലം ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതൊരു ജൂൺ 16 സംഭവിക്കുന്നത്. മറ്റ് സാങ്കേതിക ഞാൻ ഓരോന്നും ലേബൽ ചെയ്തിരിക്കുന്ന വര എങ്ങോട്ടാണ് പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബഹുഭൂരിപക്ഷം ലൈൻസും അവസാനത്തെ മാസത്തെ ലാസ്റ്റ് ഒരു 10-15 ദിവസത്തിനുള്ളിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പുള്ളത് ഒരു പക്ഷേ മാഗ്നറ്റിക് കോമ്പസ് കണ്ടെത്തിയിരിക്കുന്ന മാസം നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബറിലാണ്. ഒരു വർഷം നീണ്ട കലണ്ടറിൽ ജനുവരിയിൽ കൃഷി ചെയ്തു തുടങ്ങിയ മനുഷ്യനിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ്, അതായത് ദിശാനിർണയത്തിന്, ഇപ്പോൾ കടലിലൂടെയോ മരുഭൂമിയിലൂടെയോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ലാൻഡ് മാർക്കുകളൊന്നുമില്ല. അപ്പോൾ നാവിഗേഷന് ദിശ അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ. ആകാശത്തെ നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിലും ചിലപ്പോൾ പകൽ അത് സാധിക്കില്ല. അങ്ങനെയുള്ളിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ മാഗ്നറ്റിക് കോമ്പസ്. അതെപ്പോഴും ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു മാഗ്നറ്റിക് നീഡിൽ ചൂണ്ടി നിൽക്കുള്ളൂ എന്ന അറിവ് മനുഷ്യന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ ഇതുവഴി വിജയിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. അതായത് എതിർപക്ഷത്തെ സൈന്യത്തിന് അറിയില്ല എവിടെയാണ് തെക്ക് വടക്കുന്നത്. ഈ മഞ്ഞ് മൂടി നിൽക്കുന്ന യുദ്ധഭൂമികളിൽ ദിശ അറിയാവുന്ന ചില സാമ്രാജ്യത്തിലെ സൈന്യങ്ങൾക്ക് പിന്നിൽ നിന്നും ആക്രമിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞായിട്ട് ചരിത്രത്തിൽ പല കഥകളുമുണ്ട്. അപ്പോൾ അത് വളരെ നിർണായകമായ ഒരു സാങ്കേതിക വിദ്യയായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂര്യന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത്, മറിച്ച് ഭൂമിക്ക് ചുറ്റും സൂര്യനല്ല എന്ന കാര്യത്തിന് ശരിക്കും അംഗീകാരം കിട്ടിയത് ഡിസംബർ 13. ഒരു വർഷം നീണ്ട കലണ്ടറിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മനുഷ്യന് അംഗീകരിക്കാവുന്ന തരത്തിൽ തെളിയിക്കപ്പെടുന്നത്
ആ ഡിസംബർ ലാസ്റ്റ് മാസത്തെ 13ാമത്തെ ദിവസമാണ്. ബാക്കി സാങ്കേതിക വിദ്യകളുടെയൊക്കെ ദിവസം ഒന്ന് നോക്കിയാൽ വളരെ രസമാണ്. വൈദ്യുതി, നമുക്കിന്ന് വൈദ്യുതി ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കഴിയില്ല. വൈദ്യുതിയുടെ ഉൽപ്പാദനം സാധ്യമാക്കിയത് ഡൈനാമോ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. മൈക്കൽ ഫാരഡെയാണ് കണ്ടുപിടിക്കുന്നത്. ആ വർഷം നമ്മുടെ 10,000 വർഷത്തെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഡിസംബർ 25-നാണ്. ഒരു വർഷം തീരാൻ കഷ്ടിച്ച് 5 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് മനുഷ്യരാശിക്ക് ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള വൈദ്യുതി എന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ ആ ഒരു സാങ്കേതിക വിദ്യ മനുഷ്യരാശിയുടെ കയ്യിലൊതുങ്ങുന്നത്. ബാക്കി നോക്കൂ, യുറാനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ഡിസംബർ 22. യുറാനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ ശനി കഴിഞ്ഞാലുള്ള അടുത്ത ഗ്രഹമാണ് യുറാനസ്. അത് ഒരു ബേസിക് നോളജാണ്. നമ്മുടെ തീരെ ചെറിയ കുട്ടികൾ വരെ ഇന്ന് പഠിക്കുന്ന അത്രയും അടിസ്ഥാനപരമായ കാര്യം മനുഷ്യൻ കണ്ടെത്തുന്നത് ഈ കലണ്ടറിൽ ഒരു ഡിസംബർ 20 എത്രയാണ് ഡേറ്റ് യുറാനസിനെ കണ്ടെത്തിയിരിക്കുന്നത്? അതെ, 22-നാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എത്ര അടുത്താണ്, എത്ര റീസെൻറ്റ് ഹിസ്റ്ററിയിലാണ് നമുക്ക് ഈ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കിയതാണ്. കമ്പ്യൂട്ടർ കണ്ടെത്തിയ ദിവസം നോക്കൂ, കമ്പ്യൂട്ടർ ഡിസംബർ 30-നാണ്. ആ വർഷം തീരാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതുപോലുള്ള മൊബൈൽ ഫോൺ, ട്രാൻസിസ്റ്റർ, എക്സ്റേസ്, എയറോപ്ലെയിൻ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക് ബൾബ്, റെയിൽവേ, ക്യാമറ, ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളെല്ലാം നോക്കിയാൽ ക്യാമറ ഒരുപക്ഷെ ഒരു SLR ക്യാമറയുടെ രൂപത്തിലോ മൊബൈൽ ക്യാമറയുടെ രൂപത്തിലോ എല്ലാ മനുഷ്യരുടെയും കയ്യിലെത്തിയിട്ട് ഈ ഡിസംബർ 31-ൻ്റെ ലാസ്റ്റ് രാത്രി 11 മണിയോ മറ്റോ ആയിരിക്കും നമ്മുടെ കലണ്ടർ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. ഒരുപക്ഷെ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഇതില്ലാത്തൊരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാതെ വന്നേക്കാം. ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളൊക്കെ കേരളത്തിൽ പഠിച്ചവർക്ക് അറിയാം, നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നൊരു രീതിയാണിത്. നമുക്കൊരു വർഷം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വർഷാവസാന പരീക്ഷയുടെ തലേന്നാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കുന്നത്. അപ്പം അതുപോലെ മനുഷ്യന് ആവശ്യമായ ഇത്രയധികം സാങ്കേതിക വിദ്യകൾ ഒരു വർഷം നീണ്ടൊരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ആഴ്ചയിലാണ് വരിയായിട്ട് എല്ലാം കണ്ടുപിടിക്കുന്നത്. അത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതോറും ഈ സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. പെട്ടെന്നാണ് കൂടുതൽ അടുത്ത സാങ്കേതിക വിദ്യ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ടെലിഗ്രാഫ് കണ്ടുപിടിച്ചിട്ട് ടെലിഫോണിലേക്ക് എത്തുന്ന സമയം വേണ്ടി വന്നില്ല ടെലിഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വരാൻ. അതിനേക്കാളും ഷോർട്ടായിരുന്നു മൊബൈൽ ഫോൺ എന്നുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണിലേക്ക് വരാൻ. വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ കോളിംഗ്, ഓഡിയോ, നമ്മൾ വെറും വോയിസ് കോൾ ആയിരുന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ കോൾ വളരെ പെട്ടെന്ന് വന്നു. ഇനി നാളെ അത് എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ കഴിയില്ല. ഫ്യൂച്ചർ വളരെ ശോഭനമായിരിക്കും ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, there is something happened there. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിത ശൈലി, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ രൂപഭാവാദികൾ മുഴുവൻ പാടെ മാറ്റിമറിച്ച എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്നാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസംബർ മാസത്തിൽ സൺ സെൻറ്റേഡ് യൂണിവേഴ്സ്, അതായത് സൂര്യൻ ആണ് ഭൂമി കറങ്ങുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ സൂര്യനാണുള്ളത്, തിരിച്ചല്ല എന്ന കണ്ടെത്തലിൽ നിന്ന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ വളരെ വേഗത്തിൽ നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് മാറിയിട്ടുണ്ട്. ആ അറിവിന് സ്വായത്തമാക്കുന്നതിനനുസരിച്ച് നമുക്ക് വളരെയധികം ജീവിതത്തെ പ്രയോജനപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യകളുടെ രൂപകൽപ്പനയിലേക്ക് ആ അറിവ് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതാണ് ആ വ്യത്യാസം. നമ്മൾ ഇന്ന് അതിനെ സയൻറ്റിഫിക് റെവല്യൂഷനായിട്ട് കണക്കാക്കുന്നത്. ശാസ്ത്രീയ വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ എണ്ണി തുടങ്ങുന്നത് ഈ കോപ്പർനിക്കസ് എന്ന് പറയുന്ന മനുഷ്യൻ സൂര്യനാണ് നമ്മുടെ ഈ ഗ്രഹങ്ങൾ കറങ്ങുന്നതിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് എന്ന സിദ്ധാന്തം വികസിപ്പിച്ച സമയത്തെയാണ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം കോപ്പർനിക്കസ് കണ്ടുപിടിച്ചൊരു സാധനമല്ല സയൻറ്റിഫിക് റെവല്യൂഷൻ. അതൊന്നും നമ്മളങ്ങനെ കണക്കാക്കുന്നത്. അവിടുന്ന് ശേഷമാണ് കോപ്പർനിക്കസിന് ശേഷം പിന്നെ ഗലീലിയോ, കെപ്ലർ, പിന്നെ അതിനെ തുടർന്ന് ന്യൂട്ടൺ, അങ്ങനെ കുറേ പേര്, റോബർട്ട് ഹുക്ക്, അങ്ങനെ കുറേയേറെ ആളുകൾ പിന്നീട് ആ ഒരു സ്പിരിറ്റ് എന്താണ് അവർ മുമ്പോട്ട് കൊണ്ടുവന്നത്, അവർക്ക് കിട്ടിയ ആ വസ്തു എന്താണ്, ആ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ പ്രത്യേകത അതൊരു മെത്തേഡാണ്. നമ്മൾ അതുവരെ പ്രകൃതിയിൽ ഒരുപാട് പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ പുരാതന ശിലായുഗം, നവീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞ സ്റ്റോൺ ഏജിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 10,000-കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ കൂർത്ത കുന്തം തന്നെ മനുഷ്യനൊന്ന് വൃത്തിയായി വികസിപ്പിച്ചെടുക്കുന്നത്. ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു കുന്തം, അത്രയും സ്ലോ ആയിരുന്നു ആ വികസനം. അതിനുശേഷം ഈ സയൻറ്റിഫിക് റെവല്യൂഷന് ശേഷമാണ് ഈ വേഗത നമുക്ക് കൈവന്നത്. എന്താണ് നമ്മളവിടെ ചെയ്തത്? സയൻറ്റിഫിക് റെവല്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു
അറിവ് സ്വായത്തമാക്കുന്നതിനുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. ഏത് രീതിയിൽ അന്വേഷിച്ചാലാണ് വിശ്വാസയോഗ്യമായ ഉപയോഗയോഗ്യമായ അറിവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്. അതിനെയാണ് നമ്മൾ ഇന്ന് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് അറിവ് അല്ലെങ്കിൽ എന്താണ് സത്യം എന്ന് കണ്ടെത്തുന്നതിന് പല രീതിയിൽ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിബേറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിബേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് അതൊരു അറിവ് കണ്ടെത്തുന്നതിനുള്ളൊരു മാർഗം കൂടി ആയിരുന്നു പലപ്പോഴും. ഇപ്പോൾ രണ്ട് അഭിപ്രായമുള്ളവർ തമ്മിൽ തർക്കിക്കും, എന്നിട്ട് ആര് ആണോ തർക്കത്തിൽ ജയിക്കുന്നത് അവർ പറയുന്നതാണ് ശരി. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് കൂടുതൽ നന്നായിട്ട് തർക്കിക്കാൻ കഴിയുന്ന ആളായിരിക്കും അവിടെ വിജയിക്കുന്നത്. അയാൾ പറയുന്നതാണ് ശരി എന്ന് നിർബന്ധമില്ല. കാരണം എന്ത് വിഷയമാണോ തർക്കിക്കപ്പെടുന്നത് അതിൻ്റെ മെറിറ്റിലല്ല ചർച്ച നടക്കുന്നത്. ആരാണ് തർക്കിക്കുന്നത്, അവരുടെ വാദങ്ങൾ എന്താണ്, ആ രീതിയിലേക്ക് പോകും. ഇപ്പോൾ അരിസ്റ്റോട്ടിലൊക്കെ നോക്കിയാൽ ഇന്ന് നമ്മൾ പറയുന്ന പല വിജ്ഞാന ശാഖകളുടെയും പിന്നിൽ അരിസ്റ്റോട്ടലിൻ്റെ ഒരു പേര് കാണാം. പക്ഷേ അരിസ്റ്റോട്ടൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും വായിൽ പല്ലുകളുടെ എണ്ണം കുറവായിരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. ചരിത്രത്തിൽ പറയുന്ന അരിസ്റ്റോട്ടൽ 2 വിവാഹം കഴിച്ചു എന്നാണ്. അദ്ദേഹം ഒരു ഭാര്യയുടെ പോലും വാ തുറന്ന് നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അന്ന് ആ ഒരു സാധ്യതയില്ല. അരിസ്റ്റോട്ടൽ ഒരു മോശം അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായിരുന്നു എന്നോ അല്ലെങ്കിൽ അതൊരു സാധാരണക്കാരനായിരുന്നു എന്നല്ല. അരിസ്റ്റോട്ടൽ വളരെ ബ്രില്യൻ്റ് ആയിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും, ഈ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ പേര് ഇന്നും സർവൈവ് ചെയ്യുന്നത്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ മെത്തേഡ് അറിയില്ലായിരുന്നു. എന്ത് രീതിയിലാണ് സത്യം അന്വേഷിക്കേണ്ടതെന്നൊരു അറിവ് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, ആ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. പിന്നീട് പതിയെയാണ് നമ്മൾ ആ മെത്തേഡ് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മുടെ മീഡിയ റിപ്പോർട്ട്സൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് സയൻസ് എന്നതിനെക്കുറിച്ച് പൊതുവെ നമുക്ക് വലിയൊരു ധാരണയില്ല. ഇപ്പോൾ പത്രത്തിലൊക്കെ സയൻസിൻ്റെ കോളത്തിൽ പലപ്പോഴും നാട്ടിൽ പത്രത്തിൽ വാർത്ത വരുമ്പോൾ ഐഫോണിൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയതും പുതിയ ടെക്നോളജി, ഏതെങ്കിലും പുതിയ റോബോട്ട് വന്നത്, ഇപ്പോൾ വീട് തൂക്കുന്ന റോബോട്ട് വന്നു, അത് മുകളിലെ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്നായിരിക്കും കോളം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സയൻസ്. ഒരുപക്ഷെ സയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുവിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നൊരു സാധനമുണ്ട്. അത് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം വേരി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കാൻ അതിന് കഴിയും. ഈ വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് വേറെ ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇറ്റ് ക്യാൻ മൂവ് ത്രൂ സ്പേസ് ഇൻ ദ ഫോം ഓഫ് എ വേവ് കാൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇതൊരു പുതിയ ഇൻസൈറ്റാണ്, ഒരു പുതിയ അറിവാണ്. ഈ അറിവ് നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അവിടുത്തെ അറിവ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കണ്ടെത്തുന്നതാണ്. അത് അധികം കാലമൊന്നും ആയിട്ടില്ല നമ്മൾ കണ്ടെത്തിയിട്ട്. ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും മാഗ്നറ്റിസത്തെക്കുറിച്ചുമുള്ള അതിനേക്കാൾ ഫണ്ടമെൻ്റലായിട്ടുള്ള അറിവുകൾ നമ്മൾ പതിയെ സ്വായത്തമാക്കി വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പുതിയ പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതും അതിൻ്റെ പിന്നാലെ അന്വേഷിക്കുന്നതും പിന്നെ അതിനെ നമ്മൾ സ്വായത്തമാക്കും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ സാങ്കേതിക വിദ്യ ശാസ്ത്രമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ആവശ്യമായി വന്നൊരു വാക്കാണ് സയൻറ്റിഫിക് ടെമ്പർ. അത് ലോകത്ത് ആദ്യമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ്. ഒരുപക്ഷെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന ഒരു സാധനം, അന്വേഷണത്വര മലയാളത്തിൽ പറയാം. സയൻസിൻ്റെ ആ മെത്തേഡ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും മനുഷ്യരുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയായി കണക്കാക്കപ്പെടുന്ന എഴുതി വച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേത് മാത്രമായിരിക്കണം. അത് ഒരുപക്ഷെ ഇന്നാരെങ്കിലും ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരുന്നുണ്ടെങ്കിൽ അതിനകത്ത് പശുവിനെ സംരക്ഷിക്കുന്നതും ചാണകത്തിൽ നിന്ന് സ്വർണ്ണം എടുക്കുന്നതൊക്കെ വന്നേനെ. അത് അല്പം ഒന്ന് നേരത്തെ സംഭവിച്ചു പോയി. അത് പോട്ടെ, അത് അതിൻ്റെ രാഷ്ട്രീയം നമുക്കിപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ട. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മളത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് പോട്ടെ. അവിടെയാണ് നമ്മുടെ സ്ട്രെസ് വേണ്ടത്. ശാസ്ത്രബോധം എന്നൊരു പക്ഷേ വിശേഷിപ്പിക്കാവുന്ന ഈ സയൻറ്റിഫിക് ടെമ്പർ. അതുകൊണ്ട് സിമ്പിളായി ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ സയൻറ്റിഫിക് റെവല്യൂഷനിൽ എന്താണോ മനസ്സിലാക്കിയത്, അറിവ് കണ്ടെത്തുന്നതിന് പുതിയ പ്രകൃതിയെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചും നമ്മളെ തന്നെ കുറിച്ചുമൊക്കെ എന്തിനെക്കുറിച്ചും വിശ്വാസയോഗ്യമായ ഉപയോഗയോഗ്യമായ അറിവ് കണ്ടെത്തുന്നതിനുള്ള ഒരു വിശ്വാസയോഗ്യമായ മെത്തേഡ്, ഏറ്റവും വിശ്വാസയോഗ്യമായ മെത്തേഡ് എന്ന് വിളിക്കുന്ന സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നത് മാത്രമാണ് ഒരുപക്ഷെ സയൻറ്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നത് മാത്രമാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇറ്റ് വാറൻസ് എവിഡൻസ്. നിങ്ങൾ ലോകത്തെ എന്ത് വിഷയത്തെക്കുറിച്ചും സംസാരിച്ചു,
നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളൊരു സ്പേസ് സയൻറ്റിസ്റ്റോ ഒരു കോസ്മോളജിസ്റ്റോ ഒരു സ്വീപ്പറോ ഒരു ഒരു ക്ലാർക്കോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കുന്ന കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈസ് ഇറ്റ് എവിഡൻസ് ബേസ്ഡ്? ആ ചോദ്യമാണ് ഇവിടുത്തെ ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം. സയൻസ് നമ്മളോട് പറയുന്നത്, ഈ മെത്തേഡിൽ നിന്നും നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യം അറിയണമെന്നുണ്ടെങ്കിൽ തെളിവുകൾ പോകുന്ന വഴിയിലേക്ക് നിങ്ങൾ അന്വേഷണം വ്യാപിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി പറയുന്ന പോലെ പോയ വഴിയെ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കണം എന്ന് പറഞ്ഞതുപോലെ, ശരിക്കും അവിടെ വേണ്ടത് അടിച്ച വഴിയെ പോകലല്ല. എങ്ങോട്ടാണോ എവിഡൻസ് പോകുന്നത് ആ വഴിയെ തന്നെ നമ്മൾ പോകണം. നമ്മുടെ ഒരു രീതി അതല്ല. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മൂത്തവർ ചൊല്ലുന്നതാണ് മുതുനെല്ലിക്ക എന്നാണ്. പക്ഷേ നമ്മുടെ ആ പഴയ കോമഡി സ്കിറ്റിൽ പറയുന്ന പോലെ അച്ഛനാണോ മക്കൾക്കാണോ ബുദ്ധി കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് എന്തായാലും മക്കൾക്കാണ് ബുദ്ധി കൂടുതൽ. കാരണം ഐസക് ന്യൂട്ടനാണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്, ഐസക് ന്യൂട്ടൻ്റെ അച്ഛനല്ല. അതുപോലെ എന്തായാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി തമാശ പറഞ്ഞായപ്പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പറയുന്ന കാര്യത്തിന് തെളിവുണ്ടെങ്കിൽ അച്ഛനായാലും മകനായാലും ചെറുമകനായാലും അപ്പൂപ്പനായാലും പറയുന്ന കാര്യത്തിന് തെളിവുണ്ടോ? സയൻസിനെ ഇത്രയധികം പ്രതിരോധത്തിലാക്കുന്ന പ്രശ്നം ഇതാണ്. കോമൺ മാൻ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കില്ല. നമുക്ക് ആധികാരിക സ്വരങ്ങളുണ്ട്, അത് കുറേയൊക്കെ നമ്മുടെ മതപരമായ ചിന്തയാണ്, റിലീജിയസ് തോട്ട് കൊണ്ട് വരുന്നതാണ്. നമുക്ക് കുറേ പേര് ഹോളിയാണ്, കുറേ പുസ്തകങ്ങൾ, കുറേ സ്ക്രിപ്റ്റേഴ്സ് ഹോളിയാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, അത് അംഗീകരിക്കുക. ആ ഒരു ഇത് ബ്രെയിനിലിരിക്കുമ്പോഴത്തേക്കും ഈ മെത്തേഡ്, സയൻസിൻ്റെ ഈ മെത്തേഡ് നമുക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. ചിലപ്പോൾ മനസ്സിലായാൽ തന്നെ ചിലപ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കുന്നതിന് മടി കാണിക്കുകയും ചെയ്യും. അപ്പോൾ എവിഡൻസൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. ലോകത്തെ ഏത് സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാവുന്നതല്ല, നമുക്ക് അതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ കൊണ്ട് കെട്ടും. എന്നിട്ട് അതിനെ ഇങ്ങനെ കിടക്കും. ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ക്ലാസ് എടുത്താൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് പറയും, കണ്ടോ അവിടെ ദൈവം ഇരിപ്പുണ്ടെന്ന് പറയും. ഇനി നിങ്ങളിനി ഏത് കോംപ്ലക്സ് തിയറി പറഞ്ഞാലും അതിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കാണും. സയൻസിൻ്റെ പ്രശ്നം അതാണ്, ഇറ്റ് ഓൾവേസ് പ്രോഗ്രസസ്, ഇറ്റ് ഈസ് നെവർ പെർഫെക്റ്റ്. അപ്പം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ് എൻഡ് ആണ്. നിങ്ങൾക്ക് ഇനി ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യത ഇല്ലെങ്കിലാണ് പെർഫെക്റ്റ് ആകുന്നത്. അപ്പോൾ അതൊരിക്കലും സാധ്യമാവില്ല. ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടാകും അറിയില്ല. ആ ഗ്യാപ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവവും ചാത്തനും ഒക്കെ കൊണ്ടിരുന്നു. പണ്ടത് ഇപ്പോൾ ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവം കറക്കുന്നതായിരുന്നു കുറേ കാലം മുമ്പ്. അപ്പോൾ അത് ഗ്രാവിറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കും ദൈവത്തിന് നമുക്ക് വേറൊരു സ്ഥലത്ത് ഇരുത്താമെന്ന് വെച്ചിട്ട് ദൈവത്തിനെ നമ്മൾ പിന്നെ യൂണിവേഴ്സിൻ്റെ സെൻറ്ററിൽ കൊണ്ടിരുത്തി, ബിഗ് ബാങ്കിലിരുത്തി. ഇപ്പോൾ നമ്മൾ പ്രോട്ടോൻ്റെ ഇലക്ട്രോണിൻ്റെ ഇടയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിത് എവിടെയെങ്കിലും വെക്കണം. കാരണം ഇതിന് എവിഡൻസ് ഉണ്ട്, നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. നമുക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നു അവിടെയെല്ലാം നമ്മൾ ഈ സാധനത്തിനെ കൊണ്ട് ഇടിക്കും. അത് നമുക്ക് സയൻറ്റിഫിക് മെത്തേഡുമായിട്ട് യോജിച്ച് പോകുന്നൊരു സാധനമല്ല. അവിടെ യാതൊരു വിധത്തിലുള്ള അതോറിറ്റേറ്റീവ് ഫിഗേഴ്സും ഇല്ല. ആരെങ്കിലും പറയുന്നു എന്നുള്ളതല്ല, ഏറ്റവും വിശ്വാസയോഗ്യമായ ആൾ പറയുന്നു എന്നുള്ളതോ മഹാനായ ആൾ പറയുന്നു എന്നുള്ളതോ എല്ലാവരും പറയുന്നു എന്നുള്ളതോ ഒരിക്കലും സത്യം ആകുന്നതിൻ്റെ മാനദണ്ഡമല്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരും ഭൂമി പരന്നിട്ടാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഭൂമി ഉരുണ്ടിട്ടായിരുന്നത്. അത് പറഞ്ഞ പോലെ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പും പൊട്ടുന്ന മാങ്ങയും തേങ്ങയും ഒക്കെ താഴേക്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാരുടെങ്കിലും വിശ്വാസം ലോകത്തെ മുഴുവൻ മനുഷ്യരും കൂടെ മാറി ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് താഴേക്ക് വരുന്ന വസ്തുക്കൾ താഴേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഞായറാഴ്ച സയൻറ്റിസ്റ്റുമാരെല്ലാം കൂടെ ഒത്തുകൂടി ഗ്രാവിറ്റി ശരിയാണ്, F=G(m1m2/r² ആയിരിക്കും എന്ന് എല്ലാ വർഷവും കൂട്ട പ്രാർത്ഥന നടത്തിയിട്ടല്ല. അത് പ്രാർത്ഥന ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിച്ചാലും അത് നടക്കില്ല. നിങ്ങൾക്ക് ന്യൂട്ടനോട് വെറുപ്പുണ്ട്, ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട്, അത് ശരിയല്ല നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി താഴോട്ട് ചാടിയാലും നിങ്ങൾ താഴേക്ക് തന്നെ വരും. അവിടെയാണ് ഒരുപക്ഷെ അതിന് സയൻസിൻ്റെ ഗുണമെന്നോ ദോഷമെന്നോ വിളിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ വ്യൂ പോയിന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട് യു തിങ്ക്. നമുക്ക് അതിൻ്റേതായ മെറിറ്റിൽ ചിന്തിക്കണം, അതിന് എവിഡൻസ് ഉണ്ടോ അതേ. പക്ഷേ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും അത് ക്വസ്റ്റ്യൻസിന് ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ട്. ഇന്നും സയൻസിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് സഞ്ചരിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു പുതിയ ഇൻവെൻഷൻ വരുമ്പോൾ, ഒരു പുതിയ ഡിസ്കവറി ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് മുമ്പിലേക്ക് അത് പബ്ലിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഫയറിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്ന പോലെയാണ്. ആൾക്കാർ നമ്മളടുത്ത് ഒരുപാട് പേര് ചോദ്യങ്ങളുമായിട്ട് വരാനുള്ള അവസരമുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം സക്സസ്ഫുള്ളായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഒരു പുതിയ അറിവ് ഇതുവരെയുള്ള നോളജ് ബേസിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഒരു സയൻറ്റിസ്റ്റായി എന്ന്
വിശേഷിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് സയൻസിൽ നിലനിൽക്കുന്നത്. അതായത് എപ്പോഴും ഇറ്റ് ഈസ് ഓപ്പൺ ടു ക്വസ്റ്റ്യൻസ്. ഞാൻ പറയുന്നു അതങ്ങ് കേട്ടാൽ മതി എന്നൊരിക്കലും സയൻസിൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അതിന് മറ്റൊരു വാക്കുകൊണ്ടുകൂടി വിശേഷിപ്പിക്കുകയാണ്, ഇറ്റ് ഈസ് ഓൾവേസ് ഒബ്ജക്റ്റീവ് ഇൻ നാച്ചർ, ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ്. ആർക്കെങ്കിലും തോന്നുന്നു എന്നുള്ളതോ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തോന്നുന്നതിനെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഗായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേരോട് ചോദിച്ചാൽ 100 പേര് ചിലപ്പോൾ കിട്ടിയേക്കും. ആ ചോദ്യത്തിന് ഉള്ള കുഴപ്പം ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ആൻസർ. അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് യേശുദാസ് മലയാളത്തിലെ ഏറ്റവും മികച്ച ഗായകനാണെന്ന് തെളിയിക്കുന്നത്. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞേക്കാം, പക്ഷേ അവർക്കൊരിക്കലും ഇത് തെളിയിക്കാൻ സാധിക്കില്ല. അതിനൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല, അതൊരു സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ സയൻസ് വെച്ച് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത്തരം വിഷയങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പ്രകൃതിയെയും നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരെന്ത് ചിന്തിക്കുന്നു എന്നതിനപ്പുറം സ്വതന്ത്രമായ അതിൻ്റെതായ മെറിറ്റിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന സത്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. ഇതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ പറയുന്ന പോലെ എങ്ങനെയാണ് സയൻസ് അതോറിറ്റികളെ ജയിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ ആധികാരിക സ്വരങ്ങളുള്ള ആളുകളെയോ പുസ്തകങ്ങളെയോ ആശ്രയിക്കാതെ അതിൻ്റേതായ മെറിറ്റിൽ ചോദ്യങ്ങൾക്കനുസരിച്ച് സ്വയം പരിഷ്കരിക്കുന്ന ശാസ്ത്രം നിൽക്കുന്ന ഒരു ഉദാഹരണമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ കണ്ടെത്തിയ ആപേക്ഷികതാ സിദ്ധാന്തം, അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അത് 2 ഉണ്ട്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും 2 ഉണ്ട്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കിയത്. കാരണം ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ഫിസിക്സിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഗ്രാവിറ്റി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. അതിനെ ബേസ് ചെയ്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വസ്തുക്കൾ മൂവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോസ് ഓഫ് മോഷൻ ഉണ്ടാക്കി. ലോകത്തിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ. 1.5-2 നൂറ്റാണ്ടുകളോളം നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലെയുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചരിത്ര സംഭവങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള അടിസ്ഥാന ശാസ്ത്ര സിദ്ധാന്തങ്ങളായിരുന്നു അതൊക്കെ. അതിങ്ങനെ അജയ്യമായിട്ട് തന്നെ കണക്കാക്കി. ശരിക്കും ഐസക് ന്യൂട്ടന് ശാസ്ത്രത്തിലെ ഒരു ഗോഡ്ലി ഇമേജ് തന്നെ ഉണ്ടായിരുന്ന സമയത്താണ് ആ സിദ്ധാന്തം ചില പരിഷ്കരണങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ചില നമ്മൾ നാച്ചുറൽ ശ്രദ്ധിക്കുന്ന യൂണിവേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില ഒബ്സർവേഷൻസിനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ എല്ലായിടത്തും 99% കേസുകളിലും ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ മതിയാകുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് പരാജയപ്പെടുന്നു. ഈ ഒരു ചെറിയ ഗ്യാപ്പ് പോലും സയൻസിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പിന്നാലെ ഇറങ്ങാൻ ആളുകളുണ്ടായി, ഒരുപാട് പേര് അന്വേഷിച്ചു. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയത് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ആളാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആദ്യത്തെ റിലേറ്റിവിറ്റി തിയറി കൊണ്ടുവരുമ്പോൾ ഇന്ന് നമുക്ക് ഫോട്ടോകളിലൂടെയൊക്കെ അറിയുന്ന നരച്ച ഈ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ പറന്ന മുടിയുള്ള ഒരു ഇതാണ്. ഇന്ന് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്ത് വരുന്നത് ഐൻസ്റ്റൈൻ്റെ പടമായിരിക്കും. ആ ഐൻസ്റ്റൈൻ അല്ല ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഐൻസ്റ്റൈൻ. അതൊരു മിസ്റ്റർ ഐൻസ്റ്റൈൻ ആണ്. ഈ നമുക്ക് അറിയാവുന്ന ഇമേജുള്ള ഒരു പ്രൊഫസർ ഐൻസ്റ്റൈനോ ഡോക്ടർ ഐൻസ്റ്റൈനോ ഒന്നും ആയിട്ടില്ല. ഒരു പാറ്റന്റ് ഓഫീസ് ക്ലാർക്കാണ്. അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷമാണ് അപ്പോഴും എല്ലാവരും കൂടെ കൈയടിച്ച് കൊള്ളാം, നിൻ്റെ സിദ്ധാന്തം കൊള്ളാം, കേൾക്കാൻ സുഖമുണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. അതിനൊരുപാട് തവണ ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് തവണ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ പ്രൈസ് കിട്ടിയ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത് ഈ പറയുന്ന തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചതിനല്ല. കാരണം അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുമ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ഇത്ര അംഗീകാരം കിട്ടിയിട്ടില്ല. അത് അപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു, കൂടുതൽ സംവാദങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അദ്ദേഹം കണ്ടുപിടിക്കുന്ന ഒരു സാധനം നമുക്കൊക്കെ പെട്ടെന്ന് തലയിലോട്ട് എടുക്കാൻ കഴിയാത്തൊരു കണ്ടെത്തലായിരുന്നു അത്. അദ്ദേഹം പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ വേൾഡ് അല്ല, 3 സ്പേസും ഒരു ടൈമും ചേർന്ന് 4 ഡയമെൻഷനുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മനുഷ്യരാരും പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നൊരു കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തങ്ങളുടെ പ്രഡിക്ഷൻസ് അത് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ സംഭവിക്കണം. ആ ഒരു പ്രഡിക്ഷൻ, അതിലൊരു പ്രഡിക്ഷനായിരുന്നു നല്ല ഭാരമുള്ള വസ്തുക്കൾ, നല്ല മാസ്സുള്ള വസ്തുക്കൾ, ഇപ്പോൾ സൂര്യനോ പോലുള്ള വലിയ നക്ഷത്രങ്ങൾ പോലെ വളരെ മാസീവായിട്ടുള്ള വസ്തുക്കൾ അതിന് ചുറ്റുമുള്ള ഈ സ്പേസ് ടൈമിനെ വളയ്ക്കും. അത് സ്പേസിനെയും അല്ല ടൈമിനെയും അല്ല, സ്പേസ് ടൈമിനെയാണ് വളയ്ക്കുന്നത്. ഈ സാധനം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, പിന്നെയാണത് വളയുന്നത്. അതെന്തായാലും പക്ഷെ അതെങ്ങനെ വെരിഫൈ ചെയ്യാം? അത് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ആകാശത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നക്ഷത്രങ്ങൾ എവിടെ കാണപ്പെടുമോ ആ സ്ഥാനത്തായിരിക്കില്ല അവിടെ സൂര്യൻ ഇല്ലാത്തപ്പോൾ കാണുക. അതായത് സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രകാശം, ആ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം ബെൻഡ് ചെയ്യും. സൂര്യൻ്റെ ഈ വളവ് കാരണം, സൂര്യൻ ഉണ്ടാക്കുന്ന ഈ വളവ് കാരണം പ്രകാശം ബെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ
ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് പെൻസിൽ കയറ്റുമ്പോൾ അത് ഒടിഞ്ഞ് കാണപ്പെടുന്നത് പോലെ വേറൊരു സ്ഥാനത്തായിരിക്കും ആ നക്ഷത്രത്തെ കാണുക. അപ്പോൾ ഈ സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ സൂര്യനുള്ളപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം സൂര്യപ്രകാശം കാരണം നക്ഷത്രങ്ങളെല്ലാം മങ്ങിപ്പോകും. അപ്പോൾ അതിനൊരു മാർഗം സൂര്യൻ അവിടെ ഉണ്ടായിരിക്കുകയും വേണം, എന്നാൽ സൂര്യൻ്റെ പ്രകാശം ഉണ്ടാകാനും പാടില്ല. അത്തരം സാഹചര്യം വരുന്ന എപ്പോഴും ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അത് പരീക്ഷിക്കാൻ അതിനകത്തൊരു പൊളിറ്റിക്സും ഉണ്ടല്ലോ, കാരണം ഇത് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണ്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റിനെ, വളരെ പ്രഗത്ഭനായ, വളരെ അവർ ദൈവം പോലെ കണക്കാക്കുന്ന ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റിൻ്റെ ഇത്രയും സക്സസ്ഫുൾ ആയ തിയറി ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് റിവൈസ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കുറേ പൊളിറ്റിക്സ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ, അതായത് ഐൻസ്റ്റൈൻ ഈ പറയുന്ന സാധനം തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇംഗ്ലീഷ് ഗവൺമെൻറ്, അവിടുത്തെ ഗവൺമെൻറ് ആർതർ എഡിങ്ടൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റിനെ ഈ ജോലി ഏൽപ്പിച്ചു. എഡിങ്ടൺ ഇങ്ങനെ പല പരീക്ഷണങ്ങളും ചെയ്തു. എഡിങ്ടൺ നടത്തിയ വളരെ പ്രശസ്തമായൊരു പരീക്ഷണമാണ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് ആ കാണുന്ന ചിത്രത്തിലുള്ള ഫോട്ടോഗ്രാഫ്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്. എഡിങ്ടൺ ചെയ്തത് ആഫ്രിക്കയിലെ, വെസ്റ്റേൺ ആഫ്രിക്കയിലെ വലിയൊരു കുന്നിന് മുകളിൽ ചെന്ന് ഈ ടോട്ടൽ സോളാർ എക്ലിപ്സ് സമയത്ത് ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് അതേ സ്ഥലത്ത് സൂര്യനില്ലാത്ത സമയത്ത് ആ നക്ഷത്രങ്ങൾ വരുന്ന സമയത്ത് ഫോട്ടോയും എടുത്തു. എന്നിട്ട് തമ്മിൽ ഈ രണ്ട് ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം അതേ സ്ഥാനത്താണോ അതോ വേറെ സ്ഥാനത്താണോ? ആ ചിത്രം നോക്കിയാൽ അറിയാം, എല്ലാ വസ്തുക്കളും ഇങ്ങനെ രണ്ടായിട്ട് മാറി നിൽപ്പുണ്ട്. അത് രണ്ട് ഫോട്ടോകൾ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒന്ന് സൂര്യൻ ഉള്ളപ്പോൾ ഉള്ളതും ഒന്ന് സൂര്യൻ ഇല്ലാത്തപ്പോഴുള്ളതുമായ ഫോട്ടോയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളും ഇങ്ങനെ രണ്ടായിട്ട് മാറി നിൽപ്പുണ്ട്. സൂര്യൻ്റെ അടുത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവ തമ്മിൽ കൂടുതൽ അകന്നാണ് നിൽക്കുന്നതെന്ന് അറിയാം. സൂര്യനിൽ നിന്ന് അകലേക്ക് പോകുന്നതോറും അവ കൂടുതൽ വ്യത്യാസം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ ഒരു സാധനം ഇത് വെറുതെ ഇങ്ങനെ കണ്ടതുമല്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അതിൽ ഓരോ കറുത്ത കുത്ത് വരുന്ന നക്ഷത്രമാണ്, ഇതിൻ്റെ നെഗറ്റീവ് ഇമേജ് ആണിത്. ഈ രണ്ട് കുത്തുകൾ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകും എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇൻ അഡ്വാൻസ്. ഐൻസ്റ്റൈൻ എത്ര പ്രഡിക്റ്റ് ചെയ്തോ അത്ര തന്നെ സെപ്പറേഷനിലാണ് ഈ ഫോട്ടോഗ്രാഫിൽ നക്ഷത്രങ്ങൾ കാണപ്പെട്ടത്. അപ്പോൾ ആർതർ എഡിങ്ടൺ അനൗൺസ് ചെയ്യുന്നത് ഇതാണ്: അൺഫോർച്ചുനേറ്റ്ലി ഐൻസ്റ്റൈൻ ഈസ് റൈറ്റ്. അത് ഈ ഒരു കണ്ടെത്തൽ അന്നത്തെ എല്ലാ ന്യൂസ് പേപ്പറിൻ്റെയും ഫ്രണ്ട് പേജ് ന്യൂസായിരുന്നു. someone corrects ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൻ്റെ അന്നത്തെ ഈ സർ പദവി കിട്ടിയ ഒരു സയൻറ്റിസ്റ്റാണ് ഐസക് ന്യൂട്ടൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഇമേജിൽ ഈ പറയുന്ന നമ്മൾ ഇന്ന് മതങ്ങളെയൊക്കെ കാണുന്നത് പോലെ ഈ സർവസമ്മതനും ചോദ്യം ചെയ്യലുകൾക്കൊന്നും വിധേയനാകാത്ത ആളുമായ ഒരു ഹോളി ഫിഗർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സയൻസിൽ ഒരിക്കലും സംഭവിക്കില്ല. ഇത്രയധികം സക്സസ്ഫുൾ ആയ ഒരു കാര്യത്തിന് പിന്നെയും ഒരു കറക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് ഇത്രയധികം എതിർപ്പുകൾ നേരിട്ടിട്ട് പോലും എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരികയില്ല. ഇന്ന് ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാകുമ്പോൾ അത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ്. അത്രയധികം പല തവണ റിഗറസ് ടെസ്റ്റിങ്ങിൻ്റെ ഫലമായിട്ട് വെരിഫൈ ചെയ്യപ്പെട്ടതാണ്. അത് ഞാൻ പറഞ്ഞു, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ പ്രൈസ് കിട്ടുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയതിനാണ്. അത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, കണ്ടെത്തിയതല്ല, അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് വിശദീകരിച്ചതിനാണ്. അപ്പോഴും ഈ സിദ്ധാന്തം ഡിബേറ്റ് ചെയ്യപ്പെടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് 1924 നോബൽ പ്രൈസ് കിട്ടി. 1924 ഇതുപോലെയൊന്നും ഈ പരീക്ഷണം വന്നിട്ട് പോലും ഇത്ര തവണ പരീക്ഷിക്കപ്പെട്ട ഒരു അംഗീകാരം ഈ സിദ്ധാന്തത്തിന് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഐൻസ്റ്റൈനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് റിലേറ്റിവിറ്റിയെ കുറിച്ചാണ്. പക്ഷെ അത് പറഞ്ഞു വരുന്നത് ഇത്രയധികം നമ്മുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന, മനുഷ്യർക്ക് ഒരു രീതിയിലും സങ്കല്പിക്കാൻ കഴിയാത്തൊരു സിദ്ധാന്തം എങ്ങനെ ഭൗതികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായി മാറി, അത് പല തവണ വെരിഫൈ ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രം സാധിച്ചതാണ്. അത് അതോറിറ്റികളിൽ നിന്നും സ്വതന്ത്രമാണ്. ഇനി ഈ ഒരു മെത്തേഡ് തന്നെയാണ് അത് ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും. നമ്മൾ പലപ്പോഴും സ്കൂളിൽ സയൻസ് എന്ന പേരിൽ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചു. നമ്മൾ ബോട്ടണി പഠിച്ചു, സുവോളജി പഠിച്ചു. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്. സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നാണ് മലയാളം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിലേതാ? ശാസ്ത്രം എല്ലാത്തിനും കൂടെ വാല് ശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാറ്റിലും കോമൺ ആയിട്ടുള്ളത് എന്തോ അതാണ് ശാസ്ത്രം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബോട്ടണിയിലും ഫിസിക്സിലും എന്താണ് കോമൺ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. ആ മെത്തഡോളജി, പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, ആ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നമ്മളെ നയിച്ച ആ മെത്തേഡ് ഓഫ് എൻക്വയറി, നമ്മൾ അന്വേഷിച്ച ആ രീതി, അതാണ് ഇത്തരം സയൻസുകൾക്കെല്ലാം കോമൺ ആയിട്ട് ഉള്ളത്. ഇന്ന് ആ മെത്തേഡിനനുസരിച്ചാൽ കുറച്ച് അത്ഭുതകരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മളെപ്പോലെ ഇരിക്കുന്ന മനുഷ്യർ, നമ്മളെല്ലാവരും സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ, എത്ര കോംപ്ലക്സ് ആണ് നമ്മളെല്ലാം. പക്ഷേ
നമ്മളെല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ സിംഗിൾ സെല്ലിൽ നിന്നാണ്, ഒരൊറ്റ കോശം, ഒരു സിംഗിൾ. അങ്ങനെ അല്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. ഒരു സിംഗിൾ സെൽ. ആ സിംഗിൾ സെല്ല് 2 സെല്ലുകളുടെ ഫ്യൂഷൻ വഴി ഉണ്ടായതാണ്. നമ്മൾ സ്പേം എന്ന് എഗ് എന്ന് വിളിക്കുന്ന 2 സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ സെല്ലാകുന്നു. ഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുന്ന ആ സെല്ലിൽ നിന്നും പതിയെ പിന്നെ ഈ സെല്ല് സ്വയം ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്ത് ഇതിങ്ങനെ എണ്ണത്തിൽ കൂടുന്നു. വളരെ പെട്ടെന്നാണ്. ഈ ചിത്രം ആർക്കും അത്ര അപരിചിതമായ ചിത്രമായിരിക്കില്ല. നമ്മുടെ സ്കൂളുകളിൽ പലയിടത്തും പോസ്റ്ററുകൾ കണ്ടിട്ടുള്ള ചിത്രമാണ്. ഒരു മനുഷ്യ കുഞ്ഞായിട്ട് മാറുന്നു. പിന്നെ ആ കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്നു. പിന്നെ പതിയെ ഡെവലപ്പ് ചെയ്ത് മെച്ചറാകുന്നു. അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആ ഒറ്റ സെല്ലിൽ നിന്ന് എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്ത് എന്തൊക്കെയായി മാറണം. ഒറ്റ സെല്ലിൽ നിന്നാണ് നമ്മുടെ മുടി ഉണ്ടാകുന്ന സെല്ലും നമ്മുടെ എല്ലാകുന്ന സെല്ലും പല്ലാകുന്നതും കണ്ണാകുന്നതും തൊലിയാകുന്നതുമായിട്ടുള്ള എല്ലാ സെല്ലുകളും അവിടെ നിന്നുണ്ടാകുന്നതാണ്. ഇത് ഏതൊക്കെ സെല്ല് ഏതൊക്കെ രൂപത്തിൽ പോകണം, ഇവ തമ്മിൽ എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം എന്ന ഇൻഫർമേഷൻ എല്ലാം ഈ ഒരു കോഡ് മോളിക്യൂളിലാണ് ഇരിക്കുന്നത്. ഒരു വലിയൊരു തന്മാത്ര. നമ്മൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ എന്ന് കെമിസ്ട്രിയിൽ പറയുന്ന സാധനം. ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും നമ്മളെപ്പോലുള്ള മനുഷ്യർ മാറുന്നത്, മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും, നമ്മുടെ എല്ലും പല്ലും മുടിയും തൊലിയും ഒക്കെ എങ്ങനെ വ്യത്യസ്തമാകുന്നു, അത് ഏതൊക്കെ രീതിയിൽ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രോസസ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സിഗ്നൽ തലയിൽ എത്തിയിട്ട് ഈ സെൻസേഷൻ അവിടെ എത്തും. അതെങ്ങനെ പോകുന്നു, ആര് കൊണ്ടുപോകുന്നു, ഏത് രീതിയിൽ പോകുന്നു, അതിന് സാക്ഷ്യം വഹിക്കുന്ന എന്താണ് ഹോർമോൺസ്, അങ്ങനത്തെ മോളിക്യൂൾസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ വേറെയും. ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനെല്ലാം ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ സെല്ല് മുതലേ അതിനകത്തുള്ള DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ജയൻറ്റ് കെമിക്കൽ മോളിക്യൂളാണ്. അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് പലതവണ വെരിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഒരു സാധനം ഒരു സെല്ലിനകത്തുള്ളതാണ്. ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിട്ട് മാറും. ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിട്ട് മാറുമ്പോൾ അടുത്ത ഡിവിഷനിലാകുമ്പോൾ അത് 4 കോപ്പിയാവും. പിന്നെ അത് 8 ആവും. ഇങ്ങനെ പലതവണ ഡിവൈഡ് ചെയ്യുന്നു. നമ്മുടെ എല്ലാ ശരീരത്തിലെ സെല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇന്ന് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്നൊക്കെ പറയുന്ന സാങ്കേതിക വിദ്യ വന്നു. ഇപ്പോൾ അച്ഛൻ ആരാണെന്ന് അന്വേഷിക്കാൻ പണ്ടത്തെ പോലെ സ്പെക്കുലേഷൻസ് അല്ല, DNA വിൽ ടെൽ യു. ഇപ്പോൾ നമ്മൾ സയൻസ് പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾ തെളിവുണ്ടായിട്ടാണോ നിങ്ങളുടെ അച്ഛൻ എന്ന് വിളിക്കുന്നത്? അത് ഒരുപാട് തവണ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാമല്ലോ, വിശ്വാസം മാത്രമാണോ? അപ്പോൾ there are indirect evidences. ഈ ജീൻസാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഷേപ്പ് ഒക്കെ തീരുമാനിക്കുന്നത്. ഒരേ ഐഡൻറ്റിക്കൽ ജീൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ തന്മാത്ര എന്ന DNA അകത്ത് ഓരോ ഫങ്ഷൻസും നിർവഹിക്കുന്ന ഓരോ യൂണിറ്റുകളെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്, ജീൻസ്. അപ്പോൾ ജീൻസ് എവിടെ ഇരിക്കുന്നു വെച്ചാൽ DNA ഫങ്ഷണൽ യൂണിറ്റുകളാണ് നമ്മൾ ജീൻസ് എന്ന് വിളിക്കുന്നത്, ജീൻ. അപ്പോൾ ഐഡൻറ്റിക്കൽ DNA ആണെന്നുണ്ടെങ്കിൽ ജീനിലും ഐഡൻറ്റിറ്റി ഉണ്ടാകും. ഒരാളുടെ തന്നെ ഐഡൻറ്റിറ്റി അല്ല അടുത്ത തലമുറയിലേക്ക് പോകുന്നത്, 2 പേരുടെ ജെനറ്റിക്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മിക്സിങ് അതിനകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും മുഖഛായ, സ്വഭാവം, ബോഡി ലാംഗ്വേജ്, ഇതിലൊക്കെ സാമ്യങ്ങളുണ്ടാകും. അത് വേറെ വിഷയം പോട്ടെ. എന്തായാലും ഈ ഒരു കോഡിങ്, ഈ ഒരു മോളിക്യൂളിൽ നിന്നും ആ ഒരു കോഡ് ഉപയോഗിച്ച് ഒരു സിംഗിൾ സെല്ല് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലക്സിറ്റിയുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലിവിങ് ഓർഗാനിസം, മനുഷ്യനെ പോലെയോ ഏത് ജീവിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു ന്യൂക്ലിക് ആസിഡ് അതിനകത്തുണ്ട്. ചില ജീവികളിൽ അതിന് റൈബോക്സി ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് RNA ആണ്. എനിവേ ബഹുഭൂരിപക്ഷം ജീവികളും DNA ബേസ്ഡ് ആണ്. അപ്പോൾ ഇനി ഈ DNA പ്രത്യേകത നോക്കൂ. ഈ ഒരു കോഡ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, DNA സീക്വൻസിങ് ഉപയോഗിച്ച് നമ്മുടെ പിന്നിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ അച്ഛൻ അമ്മ, ആ വഴിക്ക് പോവാം. ഇനി ഈ അമ്മയിൽ നിന്ന് വരുന്നൊരു DNA ഉണ്ട് നമുക്ക്, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെല്ലിൻ്റെ അകത്ത്, നമ്മുടെ കോശത്തിനകത്തുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് അമ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ കിടപ്പുണ്ട്. അപ്പോൾ അതുവഴി ഈ മറ്റേണൽ DNAയുടെ റൂട്ട് അന്വേഷിക്കാം. ഇന്ന് മനുഷ്യൻ ഏതൊക്കെ വഴിയിൽ എവിടെ നിന്നൊക്കെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അറിവിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
അത് ലോകത്തെ മുഴുവൻ മനുഷ്യരിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു, DNA സാമ്യം, ഏതൊക്കെ സ്ഥലത്ത് എങ്ങനെയൊക്കെ സാമ്യം വന്നിട്ടുണ്ട്, എത്ര % സാമ്യമുണ്ട് എന്നൊരു അന്വേഷണം ചെന്നെത്തിക്കുന്നത് നമ്മളെല്ലാം എന്തേ പുറകിലേക്ക് പോകുമ്പോൾ പല രാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ പിന്നിലേക്കുള്ള ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് എല്ലാം ഒരേ കൂട്ടം ആൾക്കാരിൽ നിന്ന് വന്നതാണ്. വി ആർ ഓൾ ഡിസെൻഡൻസ് ഫ്രം എ കോമൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഹ്യൂമൻ മൈഗ്രേഷൻ, ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ മൈഗ്രേഷൻ, നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വരുന്നവരാണ് എന്നാണ് ഇതൊക്കെ ഈ അനാലിസിസ് നമ്മളോട് പറയുന്നത്. ആഫ്രിക്കയിലെങ്ങോ ആണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യരുണ്ടാകുന്നത്. ആ ബ്രാഞ്ചിങ് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്നും കിട്ടാവുന്നിടത്തോട്ടെല്ലാം കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഒക്കെ നമ്മളിങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, കറങ്ങിത്തിരിഞ്ഞു. ഏറ്റവും അവസാനം ചെന്നെത്തിയത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലാണ്. ബാക്കി എല്ലായിടത്തും വളരെ നേരത്തെ തന്നെ ചെന്നെത്തി. അന്റാർട്ടിക്കയിൽ പോയിട്ട് കഷ്ടിച്ച് എനിക്ക് 300 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. പക്ഷേ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കയറി, നമ്മൾ അവിടെ എല്ലാം നമ്മളെ റീപ്രൊഡ്യൂസ് ചെയ്തു. അതിനകത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ കുറേ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരെഴുത്ത് കൂടുതൽ എണ്ണത്തിൽ വന്നു. അവർ മിക്സിങ് കുറവായിരുന്നു. ഇനി ഭാവിയിൽ ഒരു പക്ഷേ അത് ഇപ്പം നമ്മൾ വളരെ പെട്ടെന്നാണ് മിക്സ് ചെയ്യുന്നത് ആൾക്കാർ തമ്മിൽ. പണ്ട് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല. ഇപ്പം അതല്ല. ഇപ്പം 8 മണിക്കൂർ 9 മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു കോണ്ടിനെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പണ്ടത്തെ ഇത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പകർച്ചവ്യാധി തടയാൻ ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യൻ ഇവിടുന്ന് ഒരു വൈറസിനെ കൊണ്ട് ഫ്ലൈറ്റ് കയറി വേറൊരു രാജ്യത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് വേറൊരു സ്ഥലത്തെത്തും. പണ്ട് ഇങ്ങനെ ഒരു റിസ്ക് ഇല്ലായിരുന്നു. അത് വേറെ വിഷയം പോട്ടെ. എന്തായാലും നമ്മളെ ഇന്നത്തെ അറിവ് ഈ പറയുന്നത്, ഈ കോഡ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നത് നമ്മളെല്ലാം ഒരേ കൂട്ടം ആൾക്കാരിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ വ്യത്യാസം പറഞ്ഞ് അടി കൂടുന്നതെന്ന് വെച്ചാൽ വേറെ വിഷയം. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഫിലോസഫികൾ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് അടി കൂടുമ്പോഴും സയൻസ് നമ്മളോട് പറയുന്നു യു കെയിം ഫ്രം ദ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരേ മനുഷ്യരാണ് നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരായിട്ട് പിന്നിലേക്ക് ചെന്നാൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത്ഭുതം അവിടെ അവസാനിക്കുന്നില്ല. മനുഷ്യരുടെ DNA സാമ്യം മാത്രം നോക്കിയാൽ പോരാ. മറ്റ് ജീവികളുടെ DNA സാമ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ ഏതാണ്ട് 99% ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട്. അതായത് ഒരു ചിമ്പാൻസിയെ സങ്കല്പിക്കുക, ഒരു മനുഷ്യനെ സങ്കല്പിക്കുക, അവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് സങ്കല്പിക്കുക. ആ വ്യത്യാസത്തിന് കാരണമാകുന്നത് 1% വ്യത്യാസമാണ് അവരുടെ DNAയിൽ. ഇറ്റ് ക്രിയേറ്റ്സ് സോ മച്ച് ഓഫ് ഡിഫറൻറ്റ്. പക്ഷേ ഒരു എലി ചിമ്പാൻസി പിന്നെ നമുക്കൊരു അളിയനായിട്ടെങ്കിലും കൂട്ടാം. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആ മൗസിനെ നോക്കി, എലി 88% സിമിലാരിറ്റി, ഒരു കോഴിയുമായിട്ട് 75% സിമിലാരിറ്റി, ഒരു ഫ്രൂട്ട് ഫ്ലൈ, ഒരു പഴ ഈച്ച 60% സിമിലാരിറ്റി. ഇതൊരു വല്ലാത്തൊരു റെവലേഷനാണ് ഒരു പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഇത്രയധികം വ്യത്യസ്തമായ ജീവികളുടെ DNA തമ്മിലുള്ള സാമ്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് വെരി സിമിലർ. വാട്ട് ഡസ് ഇറ്റ് പോയിന്റ് ടു? എന്തിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്? അതാണ് അപ്പുറത്ത് വശത്ത് കാണിക്കുന്നത്. ഇതെല്ലാം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളിലും കോമൺ ആയിട്ടുള്ള ജീൻസ് ഉണ്ട്. ദേ ഷെയർ കോമൺ ജീൻസ് ഇൻ ദ DNA സ്ട്രക്ചർ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കാണാം. പക്ഷേ ഒരുപാട് കോമൺ എലമെൻറ്റ്സ്. അത് നമ്മളോട് പറയുന്നത് നമ്മളെല്ലാം ഒരു ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ ജീവിയിൽ നിന്നും വന്നു എന്നാണ്. ഇന്ന് ആ ജീവിയെ നമ്മൾ വിളിക്കുന്നത് ല്യൂക്ക എന്നാണ്. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും പിന്നിൽ കോമൺ ആയിട്ടുള്ളൊരു ജീവി അവരുടെ ആൻസെസ്റ്ററായിട്ടുണ്ട്. അത് ല്യൂക്കാണ്. ആ ജീവിയുടെ ഷേപ്പൊന്നും നമുക്കിന്ന് വ്യക്തമല്ല. കാരണം ഈ ജനറ്റിക് സിമിലാരിറ്റി വെച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു ജീവി ഉണ്ടായിരിക്കും. ഈ ജീവി ഭൂമിയിലുണ്ടായ ആദ്യത്തെ ജീവിയാണെന്നും അല്ല പറയുന്നത്. അത് വേറെ എന്തെങ്കിലും അവിടെ നിന്ന് എന്തൊക്കെ മാറ്റം വന്നു നമുക്ക് ഇനിയും മനസ്സിലാവും. നമ്മൾ പിന്നിലേക്ക് പോകുന്നതോടെ നമ്മുടെ ലിങ്കുകൾ കുറവാണ്, നമുക്കത് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത വിവരങ്ങളാണ്. പക്ഷേ ഇതുവരെ ഏതാണ്ട് നമുക്കൊരു കോൺസെൻസസ് ഉണ്ട്. ദർ ഷുഡ് ബി എ കോമൺ ആൻസെസ്റ്റർ, ഒരു കോമൺ ജീവി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അടിയും മനുഷ്യർ തമ്മിലുള്ള അടി പോട്ടെ, നമ്മൾ മറ്റു ജീവികളോട് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഫിലോസഫി ഇവിടെ നോക്കിയാൽ മതി. കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ സ്പീഷീസുകളുടെ 99% എക്സ്റ്റിങ്ക്റ്റ് ആവാൻ കാരണം നമ്മളാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു വൈറ്റ് റൈനോസറസിന് ഒരു റൈനോസറസിന് 3-4 പട്ടാളക്കാരുടെ കാവലിൽ നിർത്തിയിരുന്നു. അതും ചത്തുപോയി. കാരണം അതിൻ്റെ ഈ കൊമ്പിൻ്റെ വില. അത് നമ്മുടെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ട് പുറകെ പോകുന്ന കഥ വേറെയാണ്. അത് മനുഷ്യൻ്റെ വേറെ ചില വീക്ക്നെസ്സുകളാണ്. ഇതിൻ്റെ കൊമ്പ് ഇത് കണ്ടപ്പോൾ വേറെ വലതും തോന്നി, എന്നപ്പോൾ ഇത് കൊള്ളാമല്ലോ. അത് വേറെ വിഷയം പോട്ടെ. എന്തായാലും ഈ ഒരു സയൻസ് നമ്മളോട് പറയുന്നത് നമ്മൾ ഈ ജീവികളുമായിട്ടെല്ലാം
വളരെ അടുത്ത ആൾക്കാർ. നമുക്കൊരു കോമൺ ആൻസിസ്റ്ററാണ്. ഈ ജീവികൾ മുഴുവൻ, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും വരുന്നു. അപ്പോൾ ഈ പോട്ടെ, ഇവരിലെല്ലാം ഇനി എന്താ ഈ കോൺസ്റ്റിറ്റ്യുവൻസ്, എന്തൊക്കെ കൊണ്ടാണ് ഈ ബോഡിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇങ്ങനെ DNA ശരിക്കും 5 ടൈപ്പ് ആറ്റംസ് മാത്രമാണ്, അതിൻ്റെ കോമ്പിനേഷനാണ് DNA. 5 ആറ്റംസ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്. ഇത്ര ആറ്റംസ് മതി DNA ഉണ്ടാക്കാൻ. മനുഷ്യൻ്റെ ശരീരം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇതല്ലാത്ത വേറെ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അപ്പോൾ ഇത് തന്നെയാണ് മെജോറിറ്റി. പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ മെജോറിറ്റി ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ തന്നെയാണ്. ശരീരത്തിൻ്റെ നമ്മുടെ വെയിറ്റിൻ്റെ ബഹുഭൂരിപക്ഷവും വെള്ളമാണ്, വെറും വെള്ളം, H2O. അപ്പോൾ വളരെ കുറച്ച് എലമെൻറ്റ്സ് മതി മനുഷ്യ ശരീരത്തിൽ. അതിൻ്റെ പെർസെൻറ്റേജാണ് അപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഈ ആറ്റങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞു. എന്താണ് വ്യത്യാസം? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് ചാർജുള്ള കുറച്ച് ചെറിയ കണികകളായ പ്രോട്ടോൺസും കുറച്ച് ന്യൂട്രൽ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസും കൂടെ നടുക്ക് ഒരു ചെറിയ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ ഷേപ്പ്. എത്ര പ്രോട്ടോൺ അകത്തുണ്ടോ അത്ര ഇലക്ട്രോൺസ് വെളിയിൽ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യുകയോ അട്രാക്ട് ചെയ്യുകയോ ചെയ്യും. കാരണം ചാർജസ് എപ്പോഴും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അത് ഒഴിവാക്കാനാണ് എപ്പോഴും നേച്ചർ ശ്രമിക്കുക. അപ്പോൾ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര ഇലക്ട്രോൺസ് വെളിയിലുണ്ടാവും. അപ്പോൾ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ സെൻറ്റർ. അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിനനുസരിച്ചിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇലക്ട്രോണിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി. അത് ഏതൊക്കെ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു. ഇതിപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്താൽ വെള്ളമാണോ തീരുമാനിക്കുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വെളിയിലുള്ള ഇലക്ട്രോൺസ് ആണ്. അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് നടുക്കുള്ള പ്രോട്ടോൺസ് ആണ്. അങ്ങനെയെങ്കിൽ എല്ലാ ആറ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ആറ്റങ്ങൾ എന്തുകൊണ്ട് വ്യത്യാസമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിനകത്ത് എത്ര പ്രോട്ടോൺസ് കയറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രോട്ടോൺസ് എന്തിനാ? പ്രോട്ടോണിനെ ന്യൂട്രോണിനെ മുറിച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺസിനകത്തും ഉള്ളത് ക്വാർക്സ് ആണ്, ന്യൂട്രോൺസിനകത്തും ഉള്ളത് ക്വാർക്സ് ആണ്. ക്വാർക്സ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെക്കാളും ചെറിയ കണികളാണ്. 3 ക്വാർക്സ് ചേരുമ്പോഴാണ് ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ടാകുന്നത്. ആ ക്വാർക്സിലുള്ള ചെറിയ ചാർജ് വ്യത്യാസം കാരണം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോൺ വേറൊരു ടൈപ്പ് പാർട്ടിക്കിളാണ്. ഇത് ചെന്നെത്തുന്നത് ലോകത്തെ നമ്മൾ ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഇന്ന് നമ്മൾ കാണുന്നത് നാച്ചുറലി ഒക്കറിയും 92 ആറ്റങ്ങളേ ഉള്ളൂ, വ്യത്യസ്ത ആറ്റങ്ങൾ. ഈ 92 എണ്ണം എന്തുകൊണ്ട് 92 ടൈപ്പ് ആയിപ്പോയി എന്നുള്ളൊരു ഉത്തരം അതിൻ്റെ അകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം മാത്രമാണ്. പ്രോട്ടോണുകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ എല്ലാ പ്രോട്ടോൺസും ഒരുപോലെയാണ്. അതിനകത്തുള്ളത് ക്വാർക്സ് ആണ്. അത് തന്നെയാണ് ന്യൂട്രോൺസിനകത്തുള്ളത്. അപ്പോൾ ജീവനുള്ളതിനെ ജീവനില്ലാത്തതിനെല്ലാം കൂടെ കൂട്ടിക്കെട്ടി പിന്നിലേക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എ കോമൺ ഗ്രൂപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസിലേക്ക് ചെന്നെത്തുന്നു. അവയെ നമ്മൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കും. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് മേക്കപ്പ് എവ്രിതിങ് ദാറ്റ് യു നോ ഓഫ് റൈറ്റ് നൗ. അപ്പോൾ നമ്മളിന്ന് കാണുന്ന അത് തുടങ്ങിയത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സാമ്യം തുടങ്ങിയതാണ്. മനുഷ്യർ തമ്മിലുള്ള സാമ്യം അവിടെ നിന്നില്ല, ജീവികൾ തമ്മിലുള്ള സാമ്യമായി. പിന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിലുള്ള സാമ്യമായി. അതിനകത്തെ ചേരുവകൾ ഇൻഗ്രീഡിയൻസിൽ തന്നെ കോമൺ എലമെൻറ്റ്സ് ആണ്, കോമൺ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഉള്ളത് എന്നൊരു അറിവിലേക്ക് പതിയെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ക്വാർക്സ് എന്നൊക്കെ പറയുന്ന അറിവുകൾ ഒരു കഴിഞ്ഞ 50-60 വർഷത്തിനിടയ്ക്ക് മാത്രം നമുക്ക് മനസ്സിലായവയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഫിസിക്സിൻ്റെ പിതാവായ ഐസക് ന്യൂട്ടൻ അറിയില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ട വേറൊരു വിഷയം. ഇതൊരു കാലഘട്ടത്തിൻ്റെ അറിവാണ്. മനുഷ്യർ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുട്ടികളടുത്ത് എല്ലാം ചോദിച്ചാൽ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്ന് പറയും. യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കുറിച്ച് കുട്ടികൾ വളരെയധികം വാചാലരായിരുന്നിരിക്കും. പക്ഷേ ഐസക് ന്യൂട്ടൻ ഇതറിയില്ലായിരുന്നു. ഐസക് ന്യൂട്ടൻ ഫിസിക്സിൻ്റെ പിതാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ആ കാലഘട്ടത്തിൽ ആ അറിവ് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ ക്വാർക്സിനെ കുറിച്ച് ഒരുപക്ഷെ ഐൻസ്റ്റൈൻ സംസാരിക്കാൻ സാധ്യതയില്ല. അതിന് ശേഷമാണ് ആ ആശയം കൂടുതൽ പ്രാമുഖ്യം നേടി വരുന്നത്. ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്? ദാറ്റ് ഈസ് ദ ഗ്രാൻഡ് വൺനെസ്. ഇവിടെ ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സ്പിരിച്വലായിട്ട് വിളിക്കാം, പക്ഷേ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അതല്ല നമ്മൾ കാണുന്നതും നമുക്ക് ചുറ്റുമുള്ളതും നമ്മൾ തൊടുന്നതും നമ്മൾ ചവിട്ടി നിൽക്കുന്നതും ആയ എല്ലാ വസ്തുക്കളിലും ആറ്റംസ് ആണ്. അതിനകത്തെല്ലാം സെയിം കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ കൂടി ഗാലക്സികളായിട്ട് കാണുന്നു. ആ ചിത്രത്തിൽ കാണുന്നത് ഒരു ചെറിയ ഇത്ര ഒരു പേപ്പറിലെ
ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ, ഒരു ചെറിയ ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് ഒരു എംപ്റ്റി സ്പേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ടെലിസ്കോപ്പിക് വ്യൂ ആണ്. ഹബിൾ ടെലിസ്കോപ്പ് എടുത്തൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇങ്ങനെ സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കുന്ന ഫോട്ടോ അല്ല എന്നേ ഉള്ളൂ. കുറച്ച് നേരം കഷ്ടപ്പെട്ട് ഫോക്കസ് ചെയ്തെടുത്ത ഫോട്ടോയാണ്. ആ കാണുന്നതിലെ ഓരോ ലൈറ്റ് ഒബ്ജക്ട്സും ഓരോ സ്പോട്ടും ഒരു ഗാലക്സിയാണ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ ഒരുപാട് നക്ഷത്രങ്ങൾ ഒരു കോമൺ സെൻറ്ററിന് ചുറ്റും കറങ്ങി നിൽക്കുന്ന ഒരു ഫാമിലി ഓഫ് സ്റ്റാർസ്. ഒരു ടിപ്പിക്കൽ ഒരു ഫാമിലി ഓഫ് സ്റ്റാർ എന്ന് പറയുന്ന ഗാലക്സിയിൽ ടിപ്പിക്കലി ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആണ് ഉണ്ടാകുക. ബില്യൺ എന്നാൽ 1 followed by 9 zeros is what we call a billion. അത്രയധികം സ്റ്റാർസ് ഉള്ള ഒരു കൂട്ടമാണ് ഒരു ഗാലക്സി. അതുപോലുള്ള ഗാലക്സികളാണ് ആ കാണുന്നതിലെല്ലാം. അപ്പോൾ അതായത് അതിനകത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നക്ഷത്രം എണ്ണിപ്പോവും. ഓരോ കുത്തിനകത്തും 10,000 കോടി നക്ഷത്രങ്ങൾ. ഇത് ഇത്രയും ചെറിയൊരു സ്പോട്ടിൽ ഒരു ഏരിയയിലുള്ളതാണ്. ഇങ്ങനെ ഈ ചുറ്റുപാടുള്ള 360 ഡിഗ്രി ആകാശം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ there can be at least 200 to 400 billion galaxies. 200 to 400 billion galaxies. ഇങ്ങനെ ഓരോ ഗാലക്സിയിലും hundreds of billions of stars. അതിൽ നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ശരാശരി ഗാലക്സിയുടെ അകത്ത് ഒരു ശരാശരി നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന ഒരു ചെറിയ പ്ലാനറ്റ്. സൂര്യനെ ചുറ്റുന്ന മറ്റ് ഗ്രഹങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയൊരു പ്ലാനറ്റാണ്. നമ്മളതിൻ്റെ 100 കണക്കിന് മടങ്ങ് വലുതാണ് ഇപ്പോൾ ജൂപ്പിറ്ററിനെ പോലുള്ള വലിയ പ്ലാനറ്റ്സ്. അതിനകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന് പോട്ടെ, അതിനകത്ത് ജീവനുള്ളതിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ there are millions of species, different species. അതിനകത്ത് ഒരു സ്പീഷീസാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹോമോസാപ്പിയൻസ്. പക്ഷേ നമ്മൾ ഈ സയൻസിലൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ വേറെ സൈഡിൽ കൂടെ പറയുന്നത് ഈ കണ്ട പ്രപഞ്ചത്തിൽ, ഈ അണ്ടകടാഹത്തിൽ ഇമാതിരി ഒരു ടൈനി ബ്ലൂ ഡോട്ട് എന്ന് വിളിക്കാവുന്ന ഭൂമിയിലെ മില്യൺസ് ഓഫ് സ്പീഷീസിൽ ഒരു സ്പീഷീസുമായ മനുഷ്യൻ. അവരിൽ തന്നെ ഒരു കാറ്റഗറിയെ കുറിച്ചായിരിക്കും പലരും നമ്മൾ കേൾക്കുക. അവർ ഈ പറയുന്ന പോലെ അവർ തുണി ഇടുന്നത് എങ്ങനെ, ധരിക്കുന്നത് എങ്ങനെ, അവർ കുളിമുറിയിൽ എന്ത് ചെയ്യുന്നു, ബെഡ്റൂമിൽ എന്ത് ചെയ്യുന്നു, ഒരു പുറത്തിറങ്ങി ആരോടൊക്കെ സംസാരിക്കുന്നു, എങ്ങനെ കല്യാണം കഴിക്കുന്നു, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു ജഡ്ജ്. അതൊരു അല്ലേ, നമ്മളിപ്പോഴും അവിടെയാണ് കെട്ടിയിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങൾ. അതുപോലെ പാക്കേജസ് ഒരുപാടുണ്ട്. കോസ്മിക് കോൺഷ്യസ്നെസ്, ബോധം, ഇങ്ങനെ ഈ പാക്കേജ് എല്ലാം നമ്മൾ സൈഡിൽ കൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ഇഫ് യു വാണ്ട് ടു ഫീൽ സ്പിരിച്വൽ, ജസ്റ്റ് ഇമാജിൻ, ഈ കാണുന്ന സാധനങ്ങളിൽ ഒന്നും തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ആറ്റങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും അല്ലാത്തതൊന്നുമില്ല. ദ സെയിം കോൺസ്റ്റിറ്റ്വൻസ്, ദ സെയിം ആറ്റംസ്, അതിനകത്തുള്ള സെയിം ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് തന്നെയാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. അപ്പോൾ പേഴ്സണലി ഐ ഫീൽ ദർ ഈസ് എ ഗ്രാൻഡ് വൺനെസ് ഇൻ ദീസ് ഐഡിയാസ്. നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തിലെ ഓരോ പോയിന്റുമായിട്ടും കണക്ട് ചെയ്യുന്ന കണക്ഷൻ, അതിനെ ഇറ്റ്സ് എ മെറ്റഫർ. ഈ പറഞ്ഞ ഒരു ആക്ച്വൽ കണക്ഷൻ അല്ല. അങ്ങനെ ആക്ച്വൽ കണക്ഷനെ കൊണ്ടുവന്ന് ഇംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വിഷയം ചെയ്ത് വേറൊരു വഴിക്ക് പോകും. അതാണ് സയൻസ് മുമ്പോട്ട് വെക്കുന്ന ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ലോകവീക്ഷണം ഇതാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളുടെയും അർത്ഥശൂന്യതയെ നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ബാക്കി പറയുന്നതെല്ലാം ഒരുതരം മനുഷ്യൻ്റെ ഈഗോയെ നടുക്ക് നിർത്തിയിട്ടുള്ള കളികളാണ് മുഴുവൻ. ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇവിടെ ഗ്രഹം തിരിയുന്നത് നമ്മുടെ കല്യാണം മുടക്കാനാണ്, നമുക്ക് ജോലി കിട്ടാനാണ്. ഇതിനൊക്കെയാണ്. യുറാനസും നെപ്റ്റ്യൂണും അതില്ല കേട്ടോ. അത് ടെലിസ്കോപ്പിൽ കൂടെ കണ്ടാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഭാഗ്യത്തിന് ഗ്രഹനിലയിൽ 2 എണ്ണം കുറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ആലോചിക്കണം. അതെവിടെയാണെന്ന് കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിവേ അത് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ജനറലി ഞാൻ ഈ പറഞ്ഞത് ഒരു ശാസ്ത്രം എന്താണ് അത് നമ്മളോട് നമ്മളെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മളോട് എന്ത് പറയും, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചെറിയ പ്രസൻറ്റേഷനിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഒരുപക്ഷെ നമുക്ക് ചോദ്യോത്തരങ്ങളാണ് കൂടുതൽ ക്രിയാത്മകമായി ഇടപെടാവുന്നത്. അവിടെ എന്തും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.
ഞാൻ എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയില്ല എന്ന് പറയാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതാണ് സയൻസ് സംസാരിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പിടിവള്ളി. വി ഹാവ് ദ അതോറിറ്റി ടു സേ നോ, ഐ ഡോണ്ട് നോ. പക്ഷേ യു ഡോണ്ട് ഗെറ്റ് ദിസ് ചാൻസ് ഇൻ എനിവെയർ എൽസ്. വേറെ എല്ലായിടത്തും നോ ക്വസ്റ്റ്യൻസ്. അതാണ് ഇവിടെ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്, അറിയുമെങ്കിൽ പറയാം. അപ്പോൾ ഇനി എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അങ്ങനെയാകാം, ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അങ്ങനെയാകാം, വേറെ എന്തെങ്കിലും സപ്ലിമെൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയാകാം, ചോദ്യങ്ങളുണ്ടെങ്കിൽ അതുമാകാം. സോ ഐ വോണ്ട് ടു ലിസൺ ടു യു. താങ്ക് യു. ഒന്നാമത്തെ ചോദ്യം, ഈ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കണക്ഷൻ തന്നെയാണോ എന്നുള്ളതാണ് അല്ലേ? അത് അവർക്ക് തന്നെ അറിയാമെന്ന് എനിക്ക് സംശയമാണ്. അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ക്ലെയിംസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയുന്നവർക്ക് തന്നെ എന്താ പറയുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. അത് എനിക്ക് കോസ്മിക് കോൺഷ്യസ്നെസ് ഒക്കെ എനിക്ക് ഈ അടുത്ത കാലത്ത് വന്ന വാദങ്ങളാണ്. നമുക്ക് ഈ വളരെ സുപരിചിതമായിട്ടുള്ള ദൈവത്തെ തന്നെ സങ്കല്പിച്ചാൽ എല്ലാവരും, നമ്മളിപ്പോൾ ലോകത്തെ എണ്ണിക്കഴിഞ്ഞാൽ ലോകത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും വിശ്വാസികളാണ്. അവർ പറയും ദേ ഐഡൻറ്റിഫൈ ദംസെൽസ് ടു ഹാവ് ബിലീഫ് ഇൻ എ ഗോഡ്. പക്ഷേ അവിടെ നിർത്തരുത് കണക്കെടുപ്പ്. ഇവരുടെ എല്ലാം ഗോഡ്സിനെ തമ്മിലൊന്ന് താരതമ്യം ചെയ്യും. ഇവരെല്ലാം ഒരേ സാധനത്തിനാണോ ഈ ഗോഡ് എന്ന് പറയുന്നത്? ചില ആളുകൾ പറയുന്നത് ആലിൻ്റെ കഴുത്ത് താഴെയിരിക്കുന്ന കല്ലാണ്. വേറൊരാൾ പറയുന്നത് കോസ്മിക് കോൺഷ്യസ്നെസ് ആണ്. വേറൊരാൾ പറയുന്നത് ഈ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പാണ്. വേറൊരാൾ പറയുന്നത് എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ്. ഇതൊന്നും തമ്മിൽ ഒരു സാമ്യവുമില്ല. ചിലർക്കത് ഒന്നാണ്, ചിലർക്ക് അതിന് പങ്കാളിയെ കൽപ്പിച്ചാൽ പാപമാണ്, ചിലർക്കത് 3ആണ്, ചിലർക്കത് 16,008. ഇത് തമ്മിലൊരു സാമ്യമില്ല. ഇത് നമ്മളോടത് പറയുന്നത് നമുക്കിതിൽ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മോശക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ എണ്ണം. എന്നിട്ട് ഇവർ തമ്മിൽ അടിക്കും അല്ലേ? ഈ പറയുന്ന പോലെ ഇതുണ്ടോ ഇല്ലയോ എന്ന പേരിലല്ല അടി നടന്നിട്ട് യുദ്ധം നടന്നിട്ടുള്ളതും ചോര പൊഴിഞ്ഞിട്ടുള്ളതും ഇതിൽ ഏതാണെന്ന് അറിയാനാണ്. അതുപോലെ തന്നെയാണ് ഈ സാധനവും. അവർ കോസ്മിക് കോൺഷ്യസ്നെസ്, പ്രജ്ഞ ഇങ്ങനെയൊക്കെ പറയും. ഈ റെട്രിക് സ്കിൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊന്നും പറയാൻ പറ്റുന്ന വരില്ല. അവർ ഗോളടിച്ച് കയറും. പക്ഷേ ഈ സാധനം ഒരു ഇൽ ഡിഫൈൻഡ് കോൺസെപ്റ്റാണ്. മിക്കവാറും എൻ്റെ ഒരു ധാരണ അങ്ങനെയാണ്. അവർക്ക് തന്നെ അതിനകത്ത് ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അവരെ ഡീബങ്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്കൊരു ഗോൾ പോസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്കവിടെ ഗോൾ അടിക്കാൻ പറ്റും. അവർ പറയുന്നത് ഇത് മുഴുവൻ എൻ്റെ ഗോൾ പോസ്റ്റാണ്, എങ്ങോട്ട് ബോൾ പോയാലും എൻ്റെ ഗോളാണ്. അങ്ങനെ ഒരു സാധനത്തെ നമുക്കൊരിക്കലും ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂണിവേഴ്സ് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ഒരു പക്ഷേ അൺസെറ്റിൽഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ സാധനം മുഴുവൻ ഈ യൂണിവേഴ്സ് ഉണ്ടായ ടേപ്പിനെ റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെന്ന് നിൽക്കുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ്. ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ പോയിന്റിന് ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ നോൺ ഫിസിക്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഫെയിൽസ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ എടുത്ത് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞപ്പെടും. He cannot do that operation because mathematics division by 0 is ill-defined. It has no meaning. അതുപോലെ ഇന്ന് നമുക്കറിയാവുന്ന ഫുൾ ബോഡി ഓഫ് ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാലും അത് ആ യൂണിവേഴ്സിൻ്റെ തുടക്കമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ ഒരു ടൈമിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ടാക്ലിങ് ദാറ്റ് സിറ്റുവേഷൻ. അതെന്തുകൊണ്ട്? അതിൻ്റെ നേച്ചർ എന്തെന്ന് പറയാൻ പറ്റിയൊരു സദസ്സല്ല ഇത്. അത് വേറെ. അവിടെ അത് ഫെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് മുമ്പ് എന്തെന്നുള്ള ചോദ്യത്തിന് തന്നെ നമുക്ക് ഒരു ഉത്തരവില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യവും ഒക്കെ ഒരു അൺസെറ്റിൽഡാണ്. നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ബട്ട് ഇറ്റ് ക്യാൻ ബി ആൻ ആക്സിഡൻറ്റ്, അത് നമുക്ക് പറയാം. അപ്പോൾ ഈ 10⁻43 സെക്കൻഡ്സ്, ആദ്യത്തെ 10⁻43 സെക്കൻഡ്, 10⁻43 എന്നൊക്കെ പറയുമ്പോൾ 0.00042 സീറോസ് ഫോളോഡ് ബൈ 1 ആണ്. അത്രയും ചെറിയൊരു സമയത്താണ് ഇപ്പോഴത്തെ ഫിസിക്സ് ഫെയിൽ ചെയ്യുന്നത്. അതിനെ നമ്മൾ സിംഗുലാരിറ്റി എന്നാണ് വിളിക്കുന്നത്. സിംഗുലാരിറ്റി, ദ നോൺ ഫിസിക്സ് ഫെയിൽസ് ദയർ. അപ്പോൾ അതിനെ പ്ലാങ്ക് ഇപ്പോക്കൊന്നും പ്ലാങ്ക് ഈറ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്തായിരുന്നു, അത് എന്താണ് ട്രിഗർ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സ്പെക്കുലേഷൻ മാത്രമേ ഉള്ളൂ. സോ ബട്ട് ഇൻ എ സെൻസ് ഇറ്റ് ക്യാൻ ബി ആൻ ആക്സിഡൻറ്റ്. അതിനും നമുക്ക് ഫിസിക്സിലെ മറ്റ് ചില സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ അത്തരം സാധ്യതകളെയും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ thereof we cannot speak, thereof we can be silent. What controls the planets? That's what you ask? Okay.
what controls the planet is a very big question. Actually, if you look at them, nothing controls them. They move on their own, and there is a force that binds the planets to a parent star. Who's that parent star? We call him Sun. Sun, the star we see in our sky. The biggest star you can see is a sun. And planets, including our own Earth and others, Mercury, Venus, etc., etc. There are 8 planets. All of them are bound to this parent star called our sun by a force called, you know that? It's called the gravity. They're bound. It is as if you tie a stone to a string and rotate it like this. And your palm stands as the sun there, and the stone is the earth. And the funny thing is, the string is invisible. ചിരിക്കുന്നു. Okay. എൻ്റെ ചോദ്യം പ്രൊഫസറായ വൈശാഖനോടാണ്. I'm not a professor. A professor is a senior designation. Okay. വൈശാഖനോട്. Okay. അല്ല, എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള വൈശാഖനോട്. നിങ്ങൾ നേരത്തെ പറഞ്ഞു സയൻസ് ഇസ് ആൻ ഒബ്ജക്റ്റീവ് തിങ്. സോ അവിടെ സബ്ജക്റ്റീവ് ഇൻഫ്ലുവൻസസ് വന്നാൽ it actually will demolish the integrity of science. അങ്ങനെ ഇരിക്കെ, in current scenario, science is considered as something that's specific to an intellectual group. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ സയൻസ് പഠിക്കുമ്പോൾ we are not actually reading science. നമ്മൾ കുറേ ഡാറ്റാസ് പഠിച്ചിട്ട് we are just regurgitating that. So if that's the case, we actually are not knowing science. So if in that situation, what would you suggest to make science a more pleasurable event or make it less burdensome for everyone to understand and follow it? Actually, I don't know whether this country follows the same pattern of education as India or our own place do there. As far as I know, its conditions are far better here. It's more than just by-hearting facts or data. I think here people are more concerned about what is actually happening there. What is actually happening. I have experienced it. After my post-graduation, I happened to have a conversation with a few people who had their graduation or post-graduation in physics outside India. And after that, I stopped calling myself a postgraduate. I was ashamed. That is the situation. They know things. Even a graduate student knows more science. It's not about fact. More science than even a postgraduate or a doctorate holder in our place. That is a sad situation, and it is, unfortunately, it's getting worse. And that's a problem. That is a problem. That is an entirely different problem. That is more ethical, moral, or political, whatever it is. But if you leave the students to explore the subject on their own, that means they are enjoying it. If they explore it, they are actually enjoying it. And in our place, people do not do it, actually. And we cannot blame them, because simply, if you cannot remember the portions you studied last week and you still remember the portions of a movie you watched 2 years earlier, then there is something wrong with the thing you are doing with your textbooks. That is what I understand. So, if you happen to have some interest in it, and that is also a complex thing. Sometimes you do not have an interest in the subject just because you do not have sufficient exposure to it. Even I took a lot of time to have a genuine interest in the subject I am teaching or learning right now, and sometimes I got some sparks somewhere here and there. But if you happen to have such things in your education system, so that people get some spark to or some inspiration to chase or explore the subject on their own, and so that they have a genuine interest in it, I think it is impossible to lose interest in it. And as the famous teacher Walter Lewin has said, people or teachers who make physics boring are criminals. That's what he said. It is applicable to almost all fields of
science. If you have a genuine interest and spirit of inquiry, you want to know things, you have no other options than having an interest in it and having to find fun or even entertainment in learning. That's what I feel. And other things are all subjective. Maybe depends on the situation here. I'm not aware of the education here. That's what I started with. I feel it is better here. Yes. What happened to Pluto? Why is not longer considered a planet? Yeah, it has something to do with the history. You know. There was a time when Neptune itself is an interesting story, because it was predicted before it was actually discovered. As you know, by the property of gravity, everything attracts each other, not just sun and the planets. Even the planets exert a gravity among each other. Therefore, obviously, if you observe the orbits of planets, other planets will have some influence on the way these planets move. And while observing the movement of Uranus, there was some discrepancy in the movement, some perturbation that could not be accounted by the then known physics, then known sources of gravity. Then people speculated that there may be some other planets yet to be discovered that has an influence on the orbit of Uranus, and that's what causing it to have this unusual orbit. And calculations based on the Newton's law of gravity suggested that at this particular point you may be able to see that planet, and people turned their telescope towards that point and they found a planet there. That's how Neptune was discovered. In the same way, after that there was a kind of spirit of finding new planets, and there came to be a candidate. We spotted the thing called Pluto, and people thought that it is actually a planet. It is revolving around sun anyway. But when time passed by, more and more objects similar in size to Pluto were discovered, and later they became so immense in number. So we need to have a decision. Should we go on increasing the number of planets like this, or should we redefine what a planet is? Now what happened in 2006 was International Astronomical Union redefined the term planet, what is meant by a planet. And according to that definition, it should be orbiting sun anyway, and it should have a spherical shape. Pluto satisfies these two conditions, and the third condition is it should have a well-defined orbit that does not cross the orbit of any other planets, and it should have a clear orbit, nothing in its path. Pluto does not satisfy that. Pluto crosses the orbit of Neptune sometimes. That means sometimes Pluto is closer to sun than Neptune is. So you cannot count it as a farther planet now. Now there are other things which are of the size of Pluto outside the orbits of Neptune, and we call those things now dwarf planets. It is just the way we classify it. It has nothing to do with the actual existence of Pluto anymore. I did my graduation project in this subject, and a teacher came to me for my viva, and I was slightly nervous because I didn't have a thorough investigation on the matter, why Pluto is like that, and I was just expecting some questions, complex questions, and the teacher asked to us, ഇങ്ങനെ നമ്മുടെ ഈ ഗ്രഹനിലയിലൊക്കെ എന്ത് മാറ്റം വരും? I felt really low. അപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് അങ്ങോട്ട് വൈവയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ നമ്മൾ ഗ്രഹമെന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും അതവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് അവിടെ നടന്നോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് എ ടെക്നിക്കൽ then we just redefined what a planet is, that's all. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒന്നാമത്തത് എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ആക്ച്വലി ഇപ്പം മനുഷ്യന്മാരുടെ സ്റ്റാർട്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ കാണുന്ന ആൾക്കാർ മൊത്തം എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആൾക്കാരുടെ സ്കിന്ന് കളറ്, ഐ കളറ്, ഹെയർ ഒക്കെ ഡിഫറെൻ്റ് ആണ്.
അപ്പം ഇത് നമുക്കൊരു എവല്യൂഷനായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇതൊരു എവല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എല്ലാവരും ഹോമോസാപ്പിയൻസ് തന്നെയാണ്, പക്ഷേ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് പല ഓരോ റീജിയൻസ് എടുത്ത് നോക്കുമ്പോൾ. ശരിക്കും നമ്മൾ ആ ഡിഫറൻസ്, അതായത് ചോദ്യം ഇതൊരു എവല്യൂഷൻ്റെ മനുഷ്യര് അകത്ത് തന്നെ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നുള്ള മനുഷ്യരായിട്ട് നമ്മൾ ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാരും ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ആൾക്കാരും ഇന്ത്യക്കാരും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചയിൽ തന്നെ വളരെ വ്യത്യസ്തരാണ്. അങ്ങനെയെങ്കിൽ അതൊരു എവല്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റും. ഞാൻ എവല്യൂഷനിൽ ഞാനൊരു ബയോളജിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അതിനകത്ത് അഭിപ്രായം പറയുന്നത് വൃത്തികേടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും. പക്ഷെ അത് നമ്മൾ ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ചിമ്പാൻസിയും മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. ബട്ട് ദേ ആർ സ്റ്റിൽ വെരി വെരി സിമിലർ ഇൻ ദർ DNA. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ഈ വ്യത്യാസം അതിനേക്കാളും വളരെ വളരെ മൈന്യൂട്ട് ആയിരിക്കും എന്നാണ് കണക്കാക്കേണ്ടത്. മേ ബി ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ റിലീജിയസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ എവല്യൂഷൻ എക്സാമ്പിൾ ഒക്കെ ചോദിക്കുമ്പോൾ മനുഷ്യൻ എന്താ മാറാത്തത് ആ സമയത്താണ് ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചത്. ബേസിക്കലി ഇങ്ങനെ മനുഷ്യരിൽ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട് എല്ലാ രീതിയിലും, പക്ഷെ നമുക്കിതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമെന്നുള്ളത് അതൊരു പരിധി വരെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ചെന്ന് പെടുന്ന ആൾക്കാർ അവിടെ അഡാപ്റ്റ് ചെയ്യും, പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്ത് അവർക്ക് പുതിയ ജനറേഷൻസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതേ ജീനറ്റിക്സ് ആണ്, ആ ജീൻസ് തന്നെയാണ് അവിടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭാഗത്ത് അതേ ക്യാരക്ടറിസ്റ്റിക്സ് സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും ഇരിക്കുക അൺടിൽ ദർ ഈസ് എ സീരിയസ് ലെവൽ ഓഫ് മിക്സിങ്. ഒരുപാട് സ്കെയിലിൽ ഒരു മിക്സിങ് വന്നാൽ മാത്രമേ ആ ഒരു വ്യത്യാസം വരുള്ളൂ. പക്ഷേ പൊതുവെ ഈ റിലീജിയസ് സൈഡിൽ നിന്ന് വരുന്ന ഈ ചോദ്യം എന്തുകൊണ്ടാണ് മനുഷ്യൻ പിന്നെ പരിണമിക്കാത്തെന്നുള്ള ചോദ്യം, അത് ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് എവല്യൂഷൻ ദർ. എന്തുകൊണ്ട് എവോൾവ് ചെയ്യുന്ന ചോദ്യം തന്നെ എവല്യൂഷൻ മനസ്സിലാവാത്തതുകൊണ്ടാണ്. അവർ എവല്യൂഷനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കുരങ്ങൻ രാത്രി എന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് അലാറം വെച്ച് എണീറ്റപ്പോൾ മനുഷ്യനായി എന്നാണ്. അങ്ങനെയല്ല എവല്യൂഷൻ നടന്നിരിക്കുന്നത്. എവല്യൂഷൻ വളരെ വലിയ ലോങ് ടൈം സ്കെയിലിൽ വളരെ പതിയെ നടക്കുന്ന പ്രതിഭാസമാണ്. അത് നമുക്ക് ഈ ഒരു പെട്ടെന്ന് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലതാണ്. ഒരുപാട് സമയം ആ ഒരു ടൈം സ്കെയിലിൽ വരുന്ന സ്ലോ ചേഞ്ച് വളരെ പിന്നീട് വരുമ്പോൾ ആ 10 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആൾ ഇപ്പോൾ ഇല്ല, പക്ഷേ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഉണ്ട്. മറ്റേ നമ്മുടെ ഡോക്കിൻസ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുക, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക, നിങ്ങളുടെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് അതിനടിയിൽ വെക്കുക, അച്ഛൻ്റെ ഫോട്ടോ അതിനടിയിൽ വെക്കുക, അച്ഛൻ്റെ കാലത്ത് ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ള ആലോചിക്കാൻ നിർത്തുക. ഇങ്ങനെ ഈ ഓരോ ജനറേഷനും പ്രീവിയസ് ജനറേഷനുള്ള ആളിൻ്റെ ഫോട്ടോ ഇങ്ങനെ അടുക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഈ അടുക്ക് അതുകൊണ്ടൊരു മില്യൺസ് ഓഫ് ലെയർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലിരിക്കുന്നൊരു മീനായിരിക്കും എന്നാണ്. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ എവിടെ നിന്നെങ്കിലും അടുത്തടുത്ത 2 ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നിങ്ങളുടെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസമേ ഏത് 2 അടുക്കുകൾ എടുത്ത് നോക്കിയാലും ഉള്ള വ്യത്യാസവും കാണത്തുള്ളൂ. പക്ഷേ മുകളിലിരിക്കുന്നത് മനുഷ്യനും താഴെയിരിക്കുന്ന മീനുമാണ്. അത് അത്രയും സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വരും. അത് അത്തരം ചോദ്യങ്ങളെ നമ്മൾ ഇതിങ്ങനെ ചിന്തിച്ച് പോകുന്ന എളുപ്പമാണെങ്കിലും ആ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അധ്വാനം പാഴാക്കണമെന്നില്ല. യു ആർ നെവർ ഗോയിങ് ടു യൂസ് ഇറ്റ് ദെയർ. അതെ, ഓഫ് കോഴ്സ്. ഒരു ചോദ്യം ഇപ്പോഴുള്ള നമ്മുടെ ഫിസിക്സ് റൂൾസ് ഒക്കെ വെച്ചിട്ട് ഒരു മനുഷ്യന് ഇപ്പം ട്രാവൽ ചെയ്ത് വേറൊരു ഗാലക്സി പോകാന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. യെസ്. അതിനെന്തെങ്കിലും മാറ്റം വരുത്തുന്ന രീതിയിലുള്ള പുരോഗതികൾ നമുക്കുണ്ടാവുമോ ഭാവിയിൽ? ഇന്റർ ഗാലക്ടിക് ട്രാവൽ ഒന്നും ഇപ്പൊ നമുക്ക് സിനിമയിലല്ലാണ്ട് വേറെ നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല. അതിനുള്ളൊരു സ്കോപ്പ് എങ്ങനെയെങ്കിലും വരും എന്നുള്ളതിന് ഇന്റർ ഗാലക്റ്റിക് വോയേജ് എന്ന് പറയുന്നത് സാധ്യമാകുമോ എന്നൊരു ചോദ്യം. അത് നാളെ ഫിസിക്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു ആ രംഗത്തെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ് ലിമിറ്റാണ്. വി ഹാവ് എ കോസ്മിക് സ്പീഡ് ലിമിറ്റ് കോൾഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതൊരു സെക്കൻഡിൽ മാക്സിമം 3 ലക്ഷം കിലോമീറ്ററാണ് സഞ്ചരിക്കുക. അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഇന്ന് നമുക്കറിയാവുന്ന ഒരു വസ്തുവിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പീഡിൽ നമ്മൾ സഞ്ചരിച്ചാൽ, നമ്മൾ ഈ സ്പീഡ് ലിമിറ്റിൽ നിർത്തി സഞ്ചരിച്ചാൽ പോലും നമുക്ക് സൂര്യനിലെത്താൻ 8 മിനിറ്റ് വേണം. നെക്സ്റ്റ് നിയറസ്റ്റ് സ്റ്റാറിലെത്താൻ 4.5 വർഷം വേണം. നെക്സ്റ്റ് ഗാലക്സിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 10-13 ലക്ഷം വർഷം വേണം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും കൂടെ പോയാൽ തന്നെ ജനറേഷൻ അങ്ങ് എത്തില്ല. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വന്ന് തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി പറഞ്ഞാൽ ഇൻറ്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് അവരൊരു വേം ഹോളിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതൊരു വേറൊരു എക്സോട്ടിക് സാധനമാണ്. വേം ഹോൾ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ നത്തിങ് ഇൻ ഫിസിക്സ് പ്രിവെൻറ്റ്സ് എ വേം ഹോൾ ഫ്രം എക്സിസ്റ്റിംഗ്. ഇറ്റ് ഈസ് പോസിബിൾ.
അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതർവൈസ് ഇനാക്സസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഷോർട്ട് പാത്ത് കിട്ടിയേക്കാം. അങ്ങനെ വല്ലതും കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് തമ്മിലടിച്ച് ചാവേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഷാബു, എനിക്ക് ചോദിക്കാനും അവിടെ ചോദ്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. വൈശാഖൻ എന്ന അധ്യാപകനാണ്. ഞാൻ ഏകദേശം 23 വർഷത്തിന് മുമ്പ് 90% മാർക്ക് ഫിസിക്സ് വാങ്ങിച്ച ആളാണ്. പക്ഷേ ഞാനിപ്പോൾ എന്നോട് സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, തെർമോഡൈനാമിക്സ് എന്താണ്, ഗോസ് തിയറം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു കാര്യം. രണ്ടാമത് ഈ 21 വർഷക്കാലം ഞാൻ ഈ പഠിച്ച 3 വർഷം ഡിഗ്രിക്കും 2 വർഷം പ്രീ ഡിഗ്രിക്കും പഠിച്ച സയൻസ് ഒന്നും മാത്സിലെ അനലിറ്റിക് ജോമെട്രി പിന്നെ ട്രിഗണോമെട്രി ഇത് കുറെ 2-3 സബ്ജക്റ്റ് ഒഴിച്ചാൽ വേറെ ഒന്നും ഞാനത് എൻ്റെ 21 വർഷക്കാലം എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല, എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഒരു പ്രഗത്ഭനായ അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപകൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണും? ഈ ഒരു അവസ്ഥയെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പോരായ്മയാണോ? ഒന്ന്, താങ്കൾ 20 വർഷത്തിന് മുമ്പ് ഫിസിക്സ് പഠിച്ചിട്ട് സർഫസ് ടെൻഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് സന്തോഷ കാര്യമാണ്. 5 വർഷം മുമ്പ് പഠിച്ച ആൾ വാക്കുകളുണ്ട്, അതൊരു വലിയ കാര്യമാണ്. അത് പിന്നെ ഈ പറയുന്ന പോലെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. പലപ്പോഴും ഈ ഇതിൻ്റെ ഇഫക്റ്റ് നമുക്ക് പെട്ടെന്ന് ക്വാണ്ടിഫൈ ആവുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ബിഗ് ബാങ് തിയറി ഫിസിക്സിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. അതിപ്പോൾ എനിക്ക് ബിഗ് ബാങ് തിയറി അറിയാമെന്നുള്ളതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് അരി കിട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ വ്യൂ പോയിന്റിനെ അത് ബാധിക്കുന്നു. അത് എൻ്റെ ഒരു അനുഭവമാണ്. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നൊരു രീതി, പ്രത്യേകിച്ച് ഈ പറയുന്ന ഇവല്യൂഷൻ തിയറി. ഞാൻ ഫിസിക്സ് അല്ല ഞാൻ ഫിസിക്സ് പഠിച്ച ആളാണ്, ബയോളജി എല്ലാവരും എൻ്റെ സ്റ്റുഡൻറ്റ്. ഞാൻ +2 വരെ ബയോളജി പഠിച്ചിട്ടുള്ളൂ. +2 വരെ പഠിച്ച സ്കൂൾ അക്കാഡമിക്സിൽ നിന്നല്ല ഞാൻ എവല്യൂഷൻ മനസ്സിലാക്കിയത്. അത് വേറെ സോഴ്സിൽ നിന്ന് അത് വായിക്കാൻ പറ്റിയതുകൊണ്ടാണ്. അതെൻ്റെ വ്യൂ പോയിന്റിനെ മുഴുവൻ തകിടം മറിച്ചൊരു സാധനം. പല കാര്യങ്ങൾക്കും പെട്ടെന്നങ്ങ് ഉത്തരമായി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിലൊരു കണക്ഷനും ഇല്ലാതെ പല കാര്യങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്ന ഒരു കാര്യത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം തമ്മിൽ കണക്റ്റ് ആവുന്നത്. അതൊരു ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അത് ഇതിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ചില ബേസിക് ആയിട്ടുള്ള ഇതുപോലെ ഐഡിയ നമ്മൾ ആ ലോകത്തെ നോക്കി കാണുന്നത്, വസ്തുക്കളെ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവെയർ അല്ലാത്ത ഒരാൾ ഇപ്പോൾ ഈ സെയിം സെക്സ് മാരേജ് എന്നൊരു ഇഷ്യൂ നോക്കൂ. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ആ വിഷയത്തെ നോക്കിക്കാണുന്നതല്ല ഞാൻ നോക്കിക്കാണുന്ന രീതി. അതിൽ എന്നെ സ്വാധീനിക്കുന്നത് ഞാൻ ഈ പഠിച്ച കാര്യങ്ങളാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനം, അതെങ്ങനെ ക്വാണ്ടിഫൈ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ടാഞ്ചിബിൾ അല്ലാത്ത എഫക്റ്റുകളാണ്. പക്ഷേ ഇതും ഫോർ മീ ഇറ്റ് കൗണ്ട്സ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എല്ലാ മനുഷ്യരും ഞാൻ കാണുന്നത് പോലെ ഇങ്ങനെ ലിബറലായിട്ട് നോക്കിക്കണ്ടിരുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാവരെയും പോലെ ഞാനും. എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത്. എല്ലാവരും എന്നെ പോലെ ആയിരുന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. എനിവേ ദാറ്റ് ഇസ് സബ്ജക്റ്റീവ്. എന്തായാലും കുറേ കാര്യങ്ങളില്ലെങ്കിലും നമുക്ക് മാറ്റം വന്നേനെ. നമ്മളിപ്പോൾ മറ്റൊരു മനുഷ്യനെ നമ്മൾ ഞങ്ങൾ അവർ എന്ന് വേർതിരിച്ച് നമ്മൾ അടി ഉണ്ടാക്കുന്നു, നമ്മളവരെ മാറ്റി നിർത്തുന്നു, അവരിൽ നിന്ന് സൗഹൃദം ഉണ്ടാക്കുന്നതിനും വൈവാഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും നമ്മളെന്തോ മോശപ്പെട്ടവരാണ്, നമ്മളല്ലാത്ത മറ്റവർ എന്ന് നമ്മൾ കരുതുന്നു. ഇതെല്ലാം ഇത്തരം ഒരു റിയലൈസേഷനിലൂടെ പോകേണ്ട വെറും പെറ്റി ഫീലിങ്സാണ്. അത് പോകുമ്പോൾ സമൂഹത്തിന് പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്ന ആളാണ്. 1-2 പേർക്കല്ല, അത് എത്രത്തോളം കൂടുതൽ പേരിലേക്ക് സ്പ്രെഡ് ചെയ്യുമോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ തൊട്ട് കാണിക്കാവുന്ന ഒരു ഫലം ഉണ്ടാകണമെന്നില്ല. നല്ല ചോദ്യമാണ്. താങ്ക് യു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. Chimpanzees have fur, but humans don't have fur, and we evolved from chimpanzees. You're speaking about fur. Yeah. Fur. Okay. Okay. I was born from the cells of my father and mother, and I lack a lot of characteristics my father or mother has. It happens when generations come, and let me correct you, we didn't evolve from chimpanzees. We and chimpanzees evolved from a common ancestor who was neither chimpanzee nor a human being. Okay, and you need to get some time, you need to think about it for long, because it happened very slowly. You cannot see it on a single day night. Okay, it happened very slowly. So these changes obviously happen when generations pass. Certain things, new characteristics appear, certain characteristics disappear. It happens. Okay,
ബെസ്റ്റ് ഓഫ് ലക്ക്. ഫിസിക്സിൻ്റെ ഒരു ഡൗട്ടാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു സംശയമാണ്. പ്രകാശത്തിന് കണികാ സ്വഭാവമുണ്ട്, തരംഗ സ്വഭാവമുണ്ടെന്ന് പണ്ട് സ്കൂളിൽ ആരോ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതോ അധ്യാപകം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് പറഞ്ഞിരിക്കുന്ന കാരണമാണ് എനിക്ക് തീരെ സെൻസിബിൾ അല്ലാതായിട്ട് തോന്നി. കാരണം വസ്തുക്കളുടെ നിഴലിൻ്റെ അരികുകൾ ബ്ലറായിട്ട് കാണപ്പെടുന്നതുകൊണ്ടാണ് തരംഗ സ്വഭാവമുള്ളതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷേ വിശ്വാസയോഗ്യമായിട്ട് അന്നേ എനിക്ക് തോന്നിയില്ല. ഇപ്പോഴും ആ സംശയം എൻ്റെ മനസ്സിലുകൊണ്ടാണ്. അതായത് പ്രകാശത്തിന് കണികയും തരംഗവുമായി പെരുമാറാൻ കഴിയും എന്ന് പറയുമ്പോഴും, കണികയായിരുന്നുണ്ടെങ്കിൽ വസ്തുക്കൾക്ക് ഷാർപ്പ് എഡ്ജ് ഉണ്ടാകുമായിരുന്നു, തരംഗമായിരുന്നുണ്ടെങ്കിൽ ഷാർപ്പ് അല്ലാതാകുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത്? തരംഗ സ്വഭാവമുള്ളതുകൊണ്ട് വളഞ്ഞ് സഞ്ചരിക്കുന്നു പ്രകാശം. അപ്പോൾ ഒരു വസ്തുവിന്റെ ചുറ്റിലും ഇങ്ങനെ വളഞ്ഞ് സഞ്ചരിക്കുന്നതുകൊണ്ട് ഒരെണ്ണം വളഞ്ഞ് ഇങ്ങനെ വരും, ഒരെണ്ണം ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ പല തരംഗങ്ങൾ ഒന്ന് വളഞ്ഞും ഒന്ന് ഇവിടെ നിന്ന് വളഞ്ഞും, ചിലത് ഇതിൽ തട്ടി വളയും, ഇതിൽ തട്ടാതെ വളയും, അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ അരികെ ഷാർപ്പല്ലാതെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്ര ലോജിക്കലായിട്ട് തോന്നുന്നില്ല. ഇല്ല. ഓക്കെ. ഈ ഒരു പ്രത്യേകിച്ച് ഈ നിഴലിൻ്റെ വക്ക് എന്ന് പറയുന്നത് പണ്ട് ഈ പ്രകാശത്തിൻ്റെ സ്വഭാവം അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേരെ ചുറ്റിച്ച ഒരു പ്രശ്നമാണ്. ന്യൂട്ടനെ പോലുള്ളവർ പറഞ്ഞിരുന്നത് പ്രകാശം കണികകളാണ്, കാരണം വസ്തുക്കളിലെല്ലാം എഡ്ജ് നോക്കിയാൽ വളരെ ഷാർപ്പാണ്, അപ്പോൾ കണികകൾക്ക് മാത്രമേ ഇങ്ങനെ പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അത് ന്യൂട്ടൻ്റെ കാലത്ത് തന്നെ പല ആളുകളും ക്രിസ്ത്യൻ ഹൈഗൻസിനെ പോലുള്ള ആളുകൾ പ്രകാശം തരംഗമാണ്, എന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ കഴിയൂ എന്ന് അവർ വാദിച്ചു. അപ്പോഴും ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഒരു വീക്ക്നെസ് ആണ് അവിടെ വിജയിച്ചത്. ആളുകളുടെ വീക്ക്നെസ് നോക്കുമ്പോൾ ന്യൂട്ടൺ ഭയങ്കര സംഭവമാണ്. അന്ന് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ഹോൾഡ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. അതായത് പൊതുവെ ഇന്നിപ്പോൾ പ്രഗത്ഭരായി ജീവിച്ചിരിക്കുന്ന എത്ര സയൻറ്റിസ്റ്റുമാരെ സാധാരണ മനുഷ്യനറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പേര് പറയും. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അബ്ദുൽ കലാമിൻ്റെ പേര് പറയും. പക്ഷേ ഇവരെക്കാളും എല്ലാം പ്രഗത്ഭരായ ഒരുപാട് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ നടത്തിയ സയൻറ്റിസ്റ്റുമാരുന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഒന്നും പേര് ആളുകളിലേക്ക് എത്താറില്ല. അത് കുഴപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതങ്ങനെയാണ്. സാധാരണക്കാരന് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള, ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള മേഖലകളല്ല അതൊന്നും. പക്ഷേ ഈ പേര് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഈ പേര് ഒരു ഹൗസ് ഹോൾഡ് നെയിമായിരുന്നു. ഐൻസ്റ്റൈൻ ഒരു ഭയങ്കര തിയറട്ടിക്കലായിട്ടുള്ളൊരു ഫിസിക്സിൽ റിസർച്ച് നടത്തിയ ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അത് സമകാലീനായ പല ആൾ, ഇപ്പോൾ നീൽസ് ബോറോ അങ്ങനെ ഒരാളുടെ പേര് എല്ലാവർക്കും അറിയാവുന്ന പേരായിരുന്നില്ല. ന്യൂട്ടൻ്റെ ഈ സ്വാധീനം കാരണം ആൾക്കാരെല്ലാം ന്യൂട്ടൺ പറഞ്ഞതാണ് ശരി, പ്രകാശം കണികകളാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അൻറ്റിൽ തോമസ് യങ് എന്ന് പറയുന്ന ഒരു ചെറിയ ആൾ, പേര് പോലെ തന്നെ ചെറുപ്പക്കാരനാണ്, 10-20 വയസ്സ് 22 വയസ്സുള്ളപ്പോഴാണ് ഭയങ്കര അസന്നിഗ്ധമായിട്ട് പ്രകാശം തരംഗമായിട്ട് സഞ്ചരിക്കുമെന്ന് തെളിയിക്കുന്നത്. അതുവരെ സ്റ്റോറി ഓക്കെ ആയിരുന്നു. അപ്പോൾ പൊതുവെ പറയാറുള്ളത് തോമസ് യങ്, അതിനുശേഷം വന്ന ഹെൻറിച്ച് ഹെഡ്സ്, അങ്ങനെ കുറേ പേരുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് പ്രകാശം തരംഗമാണ് എന്ന് ഉറപ്പിക്കപ്പെട്ടു. അവിടെ പറയുന്നത് ഇനി പ്രകാശം കണികയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പറയുന്നവരൊരു വിഡ്ഢിയായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ജീനിയസ് ആയിരിക്കണം. പക്ഷേ സംഭവിച്ച രണ്ടാമത്തെ ഓപ്ഷനാണ് വിജയിച്ചത്, ഒരു ജീനിയസ്. ആ ജീനിയസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ പ്രകാശം കണികയായി സഞ്ചരിച്ചാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വിശദീകരിക്കാൻ പറ്റൂ. പ്രകാശം കണികയായിട്ട് സഞ്ചരിച്ചാൽ മാത്രമേ എന്തുകൊണ്ട് ചൂടാക്കിയ വസ്തുവിൻ്റെ കളർ മാറുന്നു എന്ന പ്രതിഭാസം വിശദീകരിക്കാൻ പറ്റൂ, നിറം മാറുന്നത് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു റിസൾട്ടിലേക്ക് എത്തി. കാരണം വളരെ കോൺഫിഡൻസോടുകൂടി ഉത്തരം പറയാം. പ്രകാശം എങ്ങനെ കണികയും തരംഗവുമായി പെരുമാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇത് കോൺഫിഡൻസോടെ പറയാൻ കാരണം ഇന്ന് ഒരുമാതിരിപ്പെട്ട ഫിസിസിസ്റ്റുകൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അതാണ് നമ്മളിന്ന് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. ഇറ്റ് ബിഹേവ്സ് ആസ് വേവ്സ് ആൻഡ് പാർട്ടിക്കിൾസ്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ പ്രകാശം ഇങ്ങനെ വരുന്നു, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ശരിക്കും വേവ് ഫോമിലാണ്. അതിൻ്റെ കണ്ണിൽ ലെൻസ് ചെന്ന് തട്ടി ലെൻസ് അതിനെ ഫോക്കസ് ചെയ്യുന്നു. ലെൻസിന് ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് വേവ് ഫോമിൽ വന്നാൽ മാത്രമേ പറ്റൂ. പക്ഷേ ഫോക്കസ് ചെയ്ത് അത് റെറ്റിന ചെന്ന് വീഴുമ്പോൾ കണികയായിട്ട് വീണാൽ മാത്രമേ റെറ്റിനയ്ക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കണ്ണിനകത്ത് തന്നെ ലെൻസിൽ വേവ്, റെറ്റിനയിൽ പാർട്ടിക്കിൾ. ഇങ്ങനെയൊരു നമുക്ക് ഒരു ചാത്തൻ സ്വഭാവം എന്ന് പറയാം. ഈ സ്വഭാവം ലൈറ്റിന് കൊണ്ട്
മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലായിട്ടുള്ള ഇലക്ട്രോൺസിനും ഒക്കെ ഉണ്ട് ഈ സ്വഭാവം. ഇലക്ട്രോൺസിന് വേവിനെ പോലെ പെരുമാറാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈച്ചയുടെ കണ്ണും ഒക്കെ ഇങ്ങനെ വളരെ 10,000-10,000 മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ടെക്നോളജി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് വേവായിട്ട് പെരുമാറിയാൽ മാത്രമേ പറ്റൂ. പിന്നെ ഈ വക്കിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം ന്യൂട്ടൺ പറഞ്ഞതുപോലെ കണികകളാണെങ്കിൽ മാത്രമേ ഷാർപ്പ് വക്ക് വരൂ, വേവ് ആണെങ്കിൽ എങ്ങനെ ഷാർപ്പ് വക്ക് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരം അതിൻ്റെ വേവ് ലെങ്താണ്. വേവ് ഒരു സാധനത്തിൽ തട്ടി വളയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ലെങ്തും ആ തട്ടുന്ന തടസ്സവും തമ്മിലുള്ള സൈസ് കമ്പാരബിൾ സൈസ് ആയിരിക്കണം. ഉദാഹരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന ആളിന് ഒരു ശബ്ദം ഇതിന് വെളിയിൽ നിൽക്കുന്ന ഒരാളിന് കേൾക്കാൻ പറ്റും, പക്ഷെ എന്നെ അയാൾക്ക് കാണാൻ പറ്റില്ല. കാരണം സൗണ്ടിൻ്റെ വേവ് ലെങ്തും ഈ ചുവരിൻ്റെ സൈസും കമ്പാരബിളാണ്. അതുകൊണ്ട് സൗണ്ടിന് സുഖമായി തട്ടി വളഞ്ഞ് സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ദേഹത്ത് തട്ടി പ്രതിഫലിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നാനോമീറ്റർ റേഞ്ചിലാണ്, വളരെ ചെറുതാണ്. ഒരു മീറ്ററിൻ്റെ 1/9 zeros, 1 ബില്യൺത്തിൽ ഒരു അംശമേ ഉള്ളൂ ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഫ്യൂ ഹൺഡ്രഡ് നാനോമീറ്ററാണ് ഇവിടുന്ന് വരുന്ന പ്രകാശം, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകാശം. അത് ഒരിക്കലും ഇത്രയും വലിയ തടസ്സങ്ങളെ തട്ടി വളയാൻ പറ്റില്ല. സൗണ്ടിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്രീക്വൻസി കൂടിയ, അതായത് വേവ് ലെങ്ത് കൂടിയ സൗണ്ടും വേവ് ലെങ്ത് കുറഞ്ഞ സൗണ്ടും ഒരുപോലെ വളയില്ല. വേവ് ലെങ്ത് കൂടിയ സൗണ്ടിന് കൂടുതൽ വളഞ്ഞ് സഞ്ചരിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രംസ് അടിച്ചു കഴിഞ്ഞാൽ ഡ്രംസ് ഉണ്ടാക്കുന്നത് വേവ് ലെങ്ത് കൂടിയ സൗണ്ടാണ്. നേരെ മറിച്ച് വളരെ ഹൈ പിച്ചിൽ വായിക്കുന്ന ഒരു ഫ്ലൂട്ടോ അല്ലെങ്കിൽ ഒരു ഹൈ നോട്ട് വായിക്കുന്ന ഒരു വയലിനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേവ് ലെങ്ത് കുറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ പാട്ടിട്ടുകൊണ്ട് കാറിലൊക്കെ പാട്ടിട്ട് ആളുകൾ പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിൽ നിന്നൊരു ഡും 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 ഇടി മാത്രം നമ്മൾ കേൾക്കും. നമ്മൾ ഇവന്മാരെല്ലാം ഈ ഇടി മാത്രം കേട്ടുകൊണ്ട് പോകുന്നത്, ഇത് പാട്ടില്ലേ എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇത് മാത്രമേ വെളിയിലേക്ക് വളഞ്ഞു വരും. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വളയില്ല, നമുക്ക് അതിനകത്ത് നിന്നാൽ മാത്രമേ, നേരിട്ട് നിന്നാൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊരു കൺസേർട്ട് നടക്കുന്ന സ്ഥലത്ത് സ്റ്റേജിന് വെളിയിൽ, ഓഡിറ്റോറിയത്തിന് വെളിയിൽ നിന്നാലും നിങ്ങൾ അതിനകത്തുള്ള ഇതുപോലെ ഷാർപ്പ് സൗണ്ടുകൾ മാത്രമായിരിക്കും കൂടുതൽ കേൾക്കുക. അതുകൊണ്ടാണ് ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒബ്ജക്ട്സിനൊന്നും ഒരിക്കലും അതിനെ ചുറ്റി വളയില്ല. വലിയ ഒബ്ജക്ട്സിനെ ചുറ്റി വളയാൻ ലൈറ്റ് വേവ്സിന് കഴിയില്ല. പക്ഷേ നിങ്ങൾ ആ സൈസ് ചെറുതാക്കി നോക്കും. 2 ചെറിയ റേസർ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കും. റേസർ ബ്ലേഡിൻ്റെ വക്ക് വളരെ ഷാർപ്പാണ്, വളരെ ചെറിയ സൈസാണ്. അതിലൂടെ നിങ്ങളൊരു ലേസർ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഷുവർലി ഗെറ്റ് കൺവിൻസ്ഡ്. അത് വളയും, ഷാഡോ ബ്ലർഡ് ആയിരിക്കും, ഷാഡോ ഒരിക്കലും ഷാർപ്പായിരിക്കില്ല. പക്ഷേ സൈസ് മാറ്റേഴ്സ്, അതാണ് ഇവിടുത്തെ കാര്യം. യു ക്യാൻ ജസ്റ്റ് കൺവിൻസ്ഡ് ബൈ യൂസിങ് ഷാർപ്പ് ഒബ്ജക്ട്സ്. അല്ലെങ്കിൽ ഈ വിരലിങ്ങനെ കൂട്ടിയിട്ട് ഈ ഓട്ടക്കൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വിരൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ഒരു ലൈറ്റ് സോഴ്സിന് നേരെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിരലിൻ്റെ വിടവുകൾക്കിടയിൽ ഇങ്ങനെ കറുത്ത വരകൾ കാണാം. ഈ 2 വക്കുകളിൽ നിന്നും തട്ടി വളയുന്ന പ്രകാശം ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ചില സ്ഥലത്ത് ഡാർക്ക് ആവുന്നത്. അത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് കൺവിൻസ് ചെയ്യാവുന്ന ഉദാഹരണങ്ങളാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ശാസ്ത്ര ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ശാസ്ത്ര ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ശാസ്ത്രത്തെ മൊത്തം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ശാസ്ത്രം പരിപോഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മത നാഗരികതകളിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ സിവിലൈസേഷൻ ആണെങ്കിലും പ്രാചീന, പിന്നെ മിഡീവൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ആണെങ്കിലും, പിന്നെ ഗ്രീക്ക്, അതൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ മതവുമായിട്ട് അല്ലെങ്കിൽ മതം പ്രൊമോട്ട് ചെയ്തിരുന്ന നാഗരികതകളായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെടുത്ത് പറയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇപ്പോൾ സയന്റിഫിക് മെത്തഡോളജി തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഇബ്നു ഹൈത്തം വരെ ഒരു മതത്തിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മത നാഗരികതയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാനുള്ളത് ശാസ്ത്ര ചരിത്രത്തില് മതത്തിന്റെ റോൾ എന്താണെന്നാണ് അറിയുള്ളത്. ശാസ്ത്ര ചരിത്രത്തിൽ മതത്തിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണ് മതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം വരാവുന്നൊരു ഉത്തരവാണ്. പലപ്പോഴും മതം എന്നുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് ഒരു പക്ഷേ ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്നൊക്കെ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് റിലിജിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് വേറെയാണ്. ഈ മതം മതത്തിനൊരു സ്വഭാവമുണ്ട്, മതാത്മകത, റിലീജിയസ്നെസ്. അതിപ്പോൾ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലാതെയും ചെയ്യാം. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ട്രേറ്റ്സ് ആണ് അതിന്. അതോറിറ്റീസിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുക. കുറേ പേര് പറയുന്നത് ചില എഴുത്തുകൾ, ഇപ്പോൾ ബാലമംഗളമാണ് ശരി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇറ്റ് ഈസ് equivalent to believing Quran is
ലാസ്റ്റ് വേർഡ്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് മാറും. പക്ഷേ പൊതുവിൽ എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങൾ ശാസ്ത്രത്തിന് കൊടുത്ത സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റിനൈസൻസ് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങൾ ചരിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു കാലമുണ്ട്, ഡാർക്ക് ഏജസ്. അവിടെ ആരായിരുന്നു സമൂഹം ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു കോൺട്രിബ്യൂഷൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏതാണ്ടൊരു 10 നൂറ്റാണ്ട് പിന്നിലേക്ക് റിവേഴ്സ് ഗിയറിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെ പിന്നിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസ് നമ്മുടെ സയൻറ്റിഫിക് പ്രോഗ്രസ്സിനോട് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളാണ്, സൂര്യൻ എന്ന് പറയുന്നത് മറ്റ് നക്ഷത്രങ്ങളെ പോലെയുള്ളൊരു വസ്തുവാണെന്നും ഇതെല്ലാം സൂര്യനെ പോലെയുള്ള വലിയ നക്ഷത്രങ്ങൾ ഒരുപാട് ദൂരെ കാണുന്നതാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ. അതുപോലെ സൂര്യനെ പോലെ ഒരുപാട്, അതായത് ഭൂമിയെപ്പോലെയും ഗ്രഹങ്ങൾ ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുമെന്നൊക്കെ ഊഹിച്ച ആളുകളെയൊക്കെ ജീവനോടെ ചുട്ടുകൊന്ന ചരിത്രം മതാത്മകതയ്ക്കുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് വെച്ചിട്ട് ഇത് നോക്കടാ, ഗ്രഹങ്ങൾ ഉരുണ്ടിരിക്കുന്നു, അതിന് ചുറ്റും സാറ്റലൈറ്റ് സഞ്ചരിക്കുന്നു, കണ്ട് ബോധ്യപ്പെടും. ഭൂമിക്ക് ചുറ്റും അല്ല വസ്തുക്കൾ കറങ്ങുന്നത്, വ്യാഴത്തിന് ചുറ്റും അതിൻ്റെ സാറ്റലൈറ്റ്സ് കറങ്ങുന്നത് നോക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണണ്ടടാ എന്ന് പറഞ്ഞ ജനതയാണത്. അതൊരു എന്നാൽ ബഹുഭൂരിപക്ഷം റിലീജിയസ് ആണ്. നമ്മുടെ ഒരു ഇവല്യൂഷൻ അങ്ങനെയാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഭയങ്കര റാഷണലായിട്ടോ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടോ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ബ്രെയിനുമായിട്ടല്ല നമ്മൾ നടക്കുന്നത്. നമ്മളെല്ലാം ആ പഴയ ശിലായിക മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയാണ്. അതിനുശേഷം തലച്ചോറിൽ കാര്യമായ എവല്യൂഷൻ വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ബഹുഭൂരിപക്ഷം മനുഷ്യർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ശാസ്ത്രം ഓരോ പുതിയ കണ്ടെത്തൽ നടത്തി സാങ്കേതിക വിദ്യയിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഭയങ്കരമായി വർദ്ധിക്കുന്നു, ജീവിതത്തിൻ്റെ രൂപം തന്നെ മാറി മറിയുന്നു ഒക്കെ ചെയ്യുമ്പോഴും ഈ മനുഷ്യരാശി കുതിച്ചു ചാട്ടം നടത്തി എന്നൊക്കെയാണ് നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറയുന്നത്. മനുഷ്യരാശി കുതിച്ച് ചാടിയിട്ടേ ഇല്ല, കുറച്ച് മനുഷ്യരാണ് ആ ചാടിയിരിക്കുന്നതൊക്കെ. ബാക്കി ബഹുഭൂരിപക്ഷം മനുഷ്യരും തിരിച്ചടിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഭൂമി സൂര്യന് ചുറ്റുമാണ് പോകുന്നതെന്ന് പറഞ്ഞവർക്കെല്ലാം തല്ല കിട്ടിയത് നാട്ടിൽ നിന്ന്. ആ കുതിച്ചു ചാട്ടമൊക്കെ പിന്നെ ക്രെഡിറ്റ് ആവും, ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം ഇപ്പോഴും ഡാർവിൻ വാങ്ങുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ തല്ല് വാങ്ങുന്നുണ്ട്. മരിച്ചു പോയതിനു ശേഷം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് ഹർട്ട്സ് സെർട്ടൻ വീക്ക് പോയിന്റ്സ്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇബ്നു അൽ ഹൈത്തമിനെ പോലുള്ള ആളുകൾ മതത്തിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നതിനോടൊക്കെ അതൊക്കെ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവരെല്ലാം ജീവിച്ചിരുന്ന ഒരു മതാത്മക സമൂഹത്തിലായിരിക്കാം, അവരിൽ ചിലപ്പോൾ മതാത്മകതയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അത് ഈവൻ ഐസക് ന്യൂട്ടനെ പോലുള്ള ആൾക്കാരിൽ തന്നെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഐസക് ന്യൂട്ടൻ ജീവിതത്തിലെ അവസാനത്തെ ദശാബ്ദങ്ങൾ നല്ലൊരു പങ്കും ചെലവഴിച്ചത് ബൈബിളിലെ ഡീകോഡ് ചെയ്യാനും അൽക്കെമി വഴി ഈയത്തിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാക്കാനും ഒക്കെയാണ്. അത് എത്ര പേർക്ക് അറിയാം? അതൊന്നും ആർക്കും അറിയാതെ പോകുന്നത് വേറൊന്നുമല്ല. ഐസക് ന്യൂട്ടൻ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്ലി റാറ്റിഫിക്കേഷനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് സർവൈവ് ചെയ്തു. അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെട്ടു. ഇത്തരം മിത്തിക്കൽ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് മാത്രമായിട്ടുള്ള ഫാൻറ്റസീസ് അത് സർവൈവ് ചെയ്തില്ല. അത് തന്നെയാണ് കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഐസക് ന്യൂട്ടൻ ഇപ്പോൾ ഒരു വലിയൊരു പ്രോഫറ്റായിട്ട് അറിയപ്പെട്ടത്. ഐസക് ന്യൂട്ടൻ പറഞ്ഞ 2060 മുമ്പ് ഒരിക്കലും ലോകം അവസാനിക്കില്ല എന്നാണ്. സോഴ്സ് ബൈബിളായിരുന്നു. അത് ആർക്കും അറിയില്ല ഐസക് ന്യൂട്ടൻ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് കാരണം. വേറെവർ ദർ ഈസ് ആൻ എവിഡൻസ് ദർ ഈസ് ക്രെഡൻസ്. വിശ്വാസം തെളിവിനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ട് അത് സർവൈവ് ചെയ്തു. അതിനിപ്പോഴും നിങ്ങൾ ഏത് വലിയ നുണയം പറഞ്ഞാലും സത്യമാണ്, ഏത് വലിയ കള്ളൻ പറഞ്ഞാലും സത്യമാണ്. പക്ഷേ വലിയ മഹാൻ പറയുന്ന കള്ളമായിട്ട് തന്നെ നിൽക്കും. നമ്മളെപ്പോഴും ആ ഒരു പറയുന്ന ആ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ ഐഡിയ ബീങ് ടോക്ക്ഡ് അബൌട്ട്? അത് എവിഡൻസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സർവൈവ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ മാസ്ക് ചെയ്യാം. ഇപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതുപോലെ നമ്മൾ ആളുകൾ പൊതുജനത്തിലേക്ക് ഇനിയും പല ആശയങ്ങളും എത്തിയിട്ടില്ല. അതിന് പരിമിതികളുണ്ട്, അത് വേറെ വിഷയമാണ്. എന്തായാലും മതാത്മകത ആകത്തുക ചോദ്യത്തിൻ്റെ ആകത്തുക മതാത്മകത അല്ലെങ്കിൽ റിലീജിയസ് ഐഡിയാസ് ശാസ്ത്രത്തെ പിന്നോട്ട് തന്നെയേ നയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സെപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിച്ചു പോയതാണ്. യെസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ പറഞ്ഞു സ്പേസിന് 4 ഡയമെൻഷൻസ് ആണ്. സ്പേസ് 3 സ്പേസിൻ്റെ 1 ടൈമിന്. പക്ഷേ മിച്ചിയോ കാക്കു പ്രൊഫസറാണ്, അവര് സ്ട്രിംഗ് തിയറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് 11 ഡയമെൻഷൻസ് ഉണ്ട്. അതെങ്ങനെ ഈവൻ നമ്മൾക്കിപ്പോൾ 3 ഡയമെൻഷൻസ് വി ലീവ് ഇൻ 3 ഡയമെൻഷൻ. 4 ഡയമെൻഷൻ ആണെങ്കിൽ ഒരു സ്പേസ് ആൻഡ് കർവ് അതൊക്കെ നെറ്റിൽ പിക്ചർ ഓക്കെ ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ 11 ഡയമെൻഷൻസ്? Okay, I'm not going to answer your question completely because I don't know string theory. Okay, thing is, just imagine
നമ്മൾ നിൽക്കുന്ന ഈ തറയിലാണ്. ഓക്കെ ഓക്കെ, ദ ക്വസ്റ്റ്യൻ വാസ്, ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം പറയുന്നത് 4th ഡയമെൻഷണൽ വേൾഡിലാണ് നമ്മളുള്ളത് എന്നാണ്. മിച്ചിയോ കാക്കുവിനെ പോലുള്ള പോപ്പുലറൈസേഴ്സ് സ്ട്രിങ് തിയറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ 11 ഡയമെൻഷൻസിനെ കുറിച്ച് പറയുന്നു. ഡിപ്പെൻസ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇതിലൊരു പൊരുത്തക്കേടുണ്ട്, അതാണ് നമുക്ക് അതിനാണ് ഉത്തരം വേണ്ടത്. ഒന്ന്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്ന ഈ 4 ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾ അതിനു മുമ്പ് കരുതുന്നത് 3 സ്പേസ് ഡയമെൻഷൻസേ ഉള്ളതാണ്. ടൈം ഇതിൻ്റെ ഭാഗമാണെന്ന് ജനറൽ തിയറിയോടുകൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്ട്രിങ് തിയറി പോലുള്ള തിയറികൾ ആവശ്യപ്പെടുന്നത്, ഞാൻ നേരത്തെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് കുറേ എണ്ണമുണ്ട്. ബട്ട് വി ഫീൽ ദാറ്റ് ഈ പാർട്ടിക്കിൾസ് എല്ലാം വേറൊരു കോമൺ സാധനത്തിൻ്റെ പല ഡിഫറെൻറ്റ് ഫോംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ക്വാർക്സ് തന്നെ പല കോമ്പിനേഷന് ചേരുമ്പോഴാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ആകുന്നത്. അതുപോലെ വേറെ എന്തെങ്കിലും കൂടുതൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സാധനത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് മാത്രമാണോ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് സ്ട്രിങ് തിയറി പോലുള്ള തിയറീസ് കൊണ്ടുവരാൻ പോകുന്നത്. കോമൺ തിയറി ടു എക്സ്പ്ലെയിൻ ഓൾ ദ ഫണ്ടമെൻ്റൽ തിയറീസ്. ദേ അസ്യൂം ദാറ്റ് എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി വൈബ്രേഷൻസ് ഓഫ് എ കോമൺ സ്ട്രിങ്. അതാണ് സ്ട്രിങ് തിയറി എന്ന് പറയുന്ന ഐഡിയയുടെ ഹാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് വെച്ച് നമ്മൾ ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ 5 ഡയമെൻഷൻസ്. then why don't we see that dimensions? നമ്മൾ സമയത്തെ നമുക്ക് ഒരു വേറെ ഡയമെൻഷനായിട്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും we can feel it, there is something else. പക്ഷേ നമ്മൾ ഈ തറയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു 2 ഡയമെൻഷണൽ സർഫസ് ആണ് അല്ലേ. ഇപ്പോൾ തറയിൽ മാത്രം നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം we can safely assume that he is in 2 dimensions. I'll go further deep into the subject. Just assume, how will you find a 1-dimensional world? നമ്മൾ 1-dimensional വേൾഡിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു 1-dimensional വേൾഡിൽ ജീവിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ 1-dimensional ഒരു ശരിക്കും ഒരു ലൈൻ മാത്രം, സിംഗിൾ ലൈൻ. നിങ്ങൾക്ക് ആ 1-dimensional നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സാധനം ഒരു പോയിന്റ് മാത്രമായിരിക്കും. വൈ? നിങ്ങൾ ഈ നമ്മുടെ ഈ സ്ലേറ്റ്, ചില പഴയ സ്ലേറ്റിൻ്റെയൊക്കെ ഒരു കമ്പിയിൽ ഒരു ബീഡ് ഉണ്ടെന്ന്, ഒരു മുത്ത് ഇങ്ങനെ കോർത്തിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ഒരു റിജിഡ് റോഡിൽ ഒരു മുത്ത് കോർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ മുത്തിന് ഒരിക്കലും ഇങ്ങനെ നീങ്ങാൻ പറ്റുള്ളൂ. ആ മുത്തിൻ്റെ ആ ഹോളാണ് നിങ്ങളുടെ കണ്ണെന്ന് വിചാരിക്കുക. നിങ്ങൾ എപ്പോഴും കാണുന്നത് ആ മുത്ത് കോർത്തിരിക്കുന്ന കമ്പിയുടെ ക്രോസ് സെക്ഷൻ ആയിരിക്കും, ഒരു കുത്ത് അല്ലേ. സോ ദിസ് ഈസ് യുവർ വിഷ്വൽ. ഇനി നിങ്ങൾ നിൽക്കുന്നത് ഒരു 2-dimensional വേൾഡാണെന്ന് വിചാരിക്കും. 2-dimensional വേൾഡ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ലുക്ക് ദിസ് വേ ആൻഡ് ദാറ്റ്, നോട്ട് അപ്പ് ഓർ ഡൗൺ. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ലൈനാണ്. ഇനി ആക്ച്വലി നിങ്ങൾ 3-dimensional വേൾഡിലാണ്. നിങ്ങൾ കാണുന്നത് ശരിക്കും 3-dimensional ഒബ്ജക്റ്റ് ആണോ? യു ഡോണ്ട് സീ ദാറ്റ്. ഒരു ക്യൂബ് എടുക്കുക, ഇറ്റ്സ് എ 3-dimensional ഒബ്ജക്റ്റ്. ബട്ട് ആ ക്യൂബിനെ ഞാൻ ഈ പ്രൊജക്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ യു വിൽ ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ ക്യൂബ്, റൈറ്റ്? പക്ഷേ ഒരു ക്യൂബിനെ നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും നോക്കാം. ഫോർ എക്സാമ്പിൾ വേറൊരു ഉദാഹരണം എടുക്കും, ഒരു സിലിണ്ടറിൻ്റെ ചില എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു സർക്കിളായിട്ട് കാണാം, വേറെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കാണാം. ഇതൊന്നും അല്ലാത്ത സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഷേപ്പ് കാണാം. നിങ്ങൾ ഓരോ ആംഗിളിൽ നോക്കുമ്പോഴും ഓരോ ഷേപ്പാണ് കാണുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ കാണുന്നത് 2-dimensional 3-dimensional നിങ്ങൾ 2-dimensional അതിനെ കാണുന്നത്. ഈ അതിൻ്റെ 2-dimension നിങ്ങളൊരു വേറൊരു ഡയമെൻഷനിൽ നോക്കിയാൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ അല്ലേ. അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ 2-dimensional അത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കുന്നത് വേറെ ഡയമെൻഷനിൽ നിന്നോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ 3-dimensional കാണാൻ പറ്റും? That 4th dimension is time. You can just move around it and see. അപ്പോൾ ശരിക്കും അവിടെ ആ ഡയമെൻഷൻ ഉണ്ട്, വി കനോട്ട് ഡയറക്ട്ലി പെർസീവ് ഇറ്റ്. നീ ലോജിക്കലി അതിനെ എക്സ്പാൻഡ് ചെയ്യുക, എത്ര ഡയമെൻഷൻ വരെ സാധ്യതയാണ്. പക്ഷേ നമുക്കിതുപോലെ ഇപ്പോൾ ഒരിക്കലും ഈ ഒരു മേശപ്പുറത്തിരിക്കുന്ന ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 3-dimensional വേൾഡിലാണുള്ളതെന്ന് കൺവിൻസ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. ഹി ഓൾവേസ് സീ ദിസ് പ്ലെയിൻ. ഫോർ ദാറ്റ് ഹി ഹാസ് ടു റൈസ് സിഗ്നിഫിക്കൻ്റ്ലി. ഇവിടെ നിന്ന് ഒരു ഉറുമ്പ് ഒരു മേശപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ചാടി നോക്കുകയാണ്, ഇത് 3-dimensional ആണോ എന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് അസ്യൂം ഉറുമ്പിന് ചാടുന്നതിനൊരു പരിധിയുണ്ട്. അതുപോലെ ഈ ദ അതർ ഡയമെൻഷനിലേക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റൻസ് മാറിയാൽ മാത്രമേ നമുക്കതിൻ്റെ പെർസെപ്ഷൻ സാധ്യമാവുള്ളൂ. അപ്പോഴും സ്ട്രിംഗ് തിയറിയിലേക്കുള്ള ഉത്തരമായിട്ടില്ല. സ്ട്രിംഗ് തിയറിയിൽ പറയുന്നത് ഇതുപോലെ നമ്മൾ ബൗണ്ടാണ്, മറ്റ് ഹയർ ഡയമെൻഷൻസിലേക്ക് നമുക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബൗണ്ടാണ്. ദാറ്റ്സ് ഹൗ ദ ഫിസിക്സ്
laws of physics at present is എന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, സ്ട്രിംഗ് തിയറി ഈസ് സ്റ്റിൽ നോട്ട് പ്രൂവ്ഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ candidate theories to explain a theory of everything. Everything can be explained by a single theory. ഒരു കാൻഡിഡേറ്റ് മാത്രമാണ് സ്ട്രിംഗ് തിയറി, എം തിയറി. ദർ ആർ ഡിഫറെൻറ്റ് ഫോർമുലേഷൻസ്, ക്വാണ്ടം ഗ്രാവിറ്റി, അങ്ങനെ പല വാക്കുകളും കേൾക്കും. അത് മനസ്സിലാക്കാൻ കുറച്ചധികം നമ്മൾ പഠിക്കേണ്ടി വരും. മനസ്സിലാക്കാൻ മീൻസ് ഈവൻ ഇഫ് യു വാണ്ട് ടു ടച്ച് ഇറ്റ്, യു നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ബെസ്റ്റ് ഓഫ് ലക്ക്, കീപ് സ്റ്റഡിങ്, ദാറ്റ്സ് ഓൾ. Matterum, antimatterum, at one stage there were equal amounts of matter and antimatter. Yeah, this is an unsolved mystery in physics. But we expected that matter and antimatter was created in equal amounts, but at some stage matter particles outnumbered antimatter particles. That outnumbering was so insignificant actually. 1 in 10 billion. Adana number difference. Matter, antiparticle, particles and antiparticles, and that gave rise to this visible universe, which is composed entirely of particles, not antiparticles. And we haven't yet produced an anti-molecule or something. We are successful in artificially creating an anti-atom. An anti-atom. Anti-atom means a negatively charged proton and a positron revolving around it. It is exactly the negative reverse of a actual hydrogen atom. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റത് ബാരിയർ അസിമെട്രി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രോബ്ലമാണ്. So why did matter take over antimatter? That is the mystery of baryon asymmetry. Why is there no gravity in space? Yeah, you have a wrong impression there. There is actually gravity in space. If you are referring to weightlessness, right? You are referring to the weightlessness. Or what do you mean by no gravity? How is the planet staying on the orbit? How does the planet stay in their orbits? That's what you want to know. The planets stay in the orbits because of gravity, not because of lack of gravity. Okay, if you observe something that is moving in the absence of an external force, it is supposed to move in straight line with a constant speed, in straight line alone. But planets move in circles. That means something is driving them away from that straight line they are supposed to move, and that something is gravity. Okay, there is gravity, and that gravity itself is what holding the solar system together and even the galaxy together. Gravity is there. Okay. Free fall. Yeah, free fall is also the presence of gravity, not absence of it. നമ്മൾ പൊതുവെ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഈ നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെയുള്ള ആളുകൾ, ആസ്ട്രോനോട്ട്സ്, സ്പേസ് ട്രാവലേഴ്സ് ഇങ്ങനെ വെയ്റ്റ്ലെസ് ആയിട്ട് ഫ്രീയിൽ ഇങ്ങനെ സസ്പെൻഡ് എയറിൽ നിൽക്കുന്നവരെ തോന്നും. അത് പക്ഷേ അവർക്ക് ഗ്രാവിറ്റി ഫീൽ ചെയ്യാത്തതുകൊണ്ടല്ല, ആക്ച്വലി ദേ ആർ ഇൻ ഫ്രീ ഫോൾ. എല്ലാ സാറ്റലൈറ്റ്സും ആ പാരന്റ് ഒബ്ജക്റ്റിന് ചുറ്റുമുള്ള ഫ്രീ ഫോളിലാണ്. ഇറ്റ് നെവർ ടച്ചസ് ദ സർഫസ്, അത്രയേ ഉള്ളൂ. ആ ഫ്രീ ഫോൾ കാരണമാണ് നമുക്ക് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരു ക്യൂരിയസ് പോയിന്റ് നോട്ട് ഈസ് വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഗ്രാവിറ്റി, ഭൂമി നമ്മളെ ആകർഷിക്കുന്നത് കൊണ്ടല്ല തോന്നുന്നത്, ആ ആകർഷണത്തെ നമ്മൾ തടയുന്നതുകൊണ്ട് തോന്നുന്ന സാധനമാണ്. ദ എർത്ത് വാണ്ട് യു ഇൻ ദ സെൻറ്റർ, കേന്ദ്രത്തിലേക്കാണ് പിടി. പക്ഷേ the surface prevents you from moving to the center. That prevention, that normal reaction you feel against gravity is what you feel as weight. എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? താഴേക്കാണോ മുകളിലേക്കാണോ? നമ്മുടെ കാലിൽ നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ തടയപ്പെടുമ്പോഴാണ്. നിങ്ങളൊരു ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ലിഫ്റ്റിനെ കെട്ടുപൊട്ടി താഴേക്ക് പോയി കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമോ കൂടുമോ? വെയിറ്റ് കുറയും. കാരണം മുകളിലേക്കുള്ള തള്ള് കുറവാണ്. മുകളിലേക്കുള്ള തള്ള് മറ്റേത് ഈ പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ യു വിൽ ഫീൽ വെയ്റ്റ്ലെസ്. തെങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ താഴെ എത്തുന്നതിന് മുമ്പുള്ള ആ ഫീലാണ് വെയ്റ്റ്ലെസ്നെസ്. അല്ലാതെ അത് നമ്മളെപ്പോഴും അത് എടുത്ത് പറയണം. ഈ 20ാം നിലയിൽ നിന്ന് വീഴുന്നത് 2ാം നിലയിൽ നിന്ന് വീഴുന്നത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചോദിക്കാറുണ്ട്. 2ാം നിലയിൽ നിന്ന് വീഴുമ്പോൾ ടപ്പ് അയ്യോ എന്നാണ്, 20ാം നിലയിൽ നിന്ന് വീഴുമ്പോൾ അയ്യോ ടപ്പ്. Yes?
ടൈം അത് ഡയറക്ഷനിലാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത്, ടൈം ട്രാവലിംഗ് സാധ്യമാണോ? ടൈം ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ലെവലിലും പിന്നെ മൈക്രോ പാർട്ടിക്കിൾസിന്റെ ലെവലിൽ അവിടെ ടൈം ട്രാവലിംഗ് സംഭവം നടക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ടൈം യൂണി ഡയറക്ഷനിലാണോ എന്നാണ്. വി ഡു ഫീൽ ദാറ്റ് ദർ ഈസ് എൻ ആരോ ഓഫ് ടൈം. അതായത് പല കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു, ഞാൻ മുമ്പൊരു പ്രഭാഷണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെ പറയാം. നമ്മളൊരു വീഡിയോ ടേപ്പ് നോക്കുകയാണ്, അതിനകത്ത് ഒരു തെങ്ങിന് മുകളിൽ നിന്ന് ഒരു തേങ്ങ ഞെട്ടറ്റ് താഴെ വീണ് ചെളിവെള്ളത്തിൽ വീണ് വെള്ളം ഇങ്ങനെ തെറിക്കുകയാണ്, വെള്ളവും ചെളിയും തെറിച്ചു. അപ്പോൾ നമുക്കത് കാണുമ്പോൾ വളരെ നോർമൽ കാഴ്ചയാണ്. നേരെ പക്ഷേ നിങ്ങൾ വീഡിയോയിൽ പ്ലേ ചെയ്ത് കാണുന്നത് കുറേ ചെളിയും വെള്ളവും കൂടെ 4 സൈഡിൽ നിന്ന് ഒരുമിച്ച് വന്ന് വെള്ളത്തിൽ കിടക്കുന്ന ഒരു തേങ്ങയെ പൊക്കി തെങ്ങിൽ കൊണ്ടിട്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. ആ വ്യത്യാസം വരുന്നത് വി ആർ അവെയർ ഓഫ് എൻ ആരോ ഓഫ് ടൈം എന്നുള്ളതുകൊണ്ടാണ്. അതിന് പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ്. എൻട്രോപ്പി എന്ന് പറയുന്ന വാക്കിന് ഡിസോർഡർ എന്ന് പറയുന്ന വാക്ക് ഞാൻ പരമാവധി ഒഴിവാക്കും. കാരണം ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനവും എൻട്രോപ്പി പറയുന്ന ഡിസോർഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസോർഡർ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് സംതിങ് ക്യാൻ ഹാപ്പൻ. അത് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം അത് ഡിസോർഡർ ആണെന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാധനം മുഴുവൻ തട്ടിമറിച്ചിട്ട് കഴിഞ്ഞാൽ ഡിസോർഡർ ആണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് എന്താണ് ഓർഡർ. ഇതിങ്ങനെ എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡറാണ്. ഇപ്പോൾ ഇങ്ങനെ അല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ ഡിസോർഡർ എന്ന് വിളിക്കും. അപ്പോൾ ഡിസോർഡറാണ് എണ്ണത്തിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡിസോർഡറാണ് സ്വാഭാവികം എന്ന് തോന്നും. അത് തന്നെയാണ്. പക്ഷേ എല്ലാ കേസിലും നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് തിയറട്ടിക്കൽ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊരു വൺ ഓഫ് ദ റീസൺസ് വൈ ഫീൽ ദാറ്റ് ദർ ഈസ് എൻ ആരോ ഓഫ് ടൈം. പക്ഷെ അതിപ്പോഴും എന്താണ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിൽ ഇറ്റ്സ് എൻ ഇൽ ഡിഫൈൻഡ് കോൺസെപ്റ്റ്. അതൊന്ന്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ടൈം ട്രാവൽ. ടൈം ട്രാവലിലും ഇത് പറഞ്ഞത് വളരെ ഹൈപ്പോത്തറ്റിക്കലാണ്. ലൈറ്റ് സ്പീഡിൽ മൂവ് ചെയ്തതിൻ്റെ കാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ബാക്കിൽ പോകാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടുഡേയ്സ് ഫിസിക്സ് പ്രിവെൻറ്റ്സ് എനി വൺ ഓർ എനി ഒബ്ജക്റ്റ് ഫ്രം മൂവിങ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലായപ്പോൾ അത് ബാധകമാണ്. നമുക്കറിയാവുന്ന ഒരു പാർട്ടിക്കിളിനും ഒരു ഒബ്ജക്റ്റിനും ലൈറ്റ് സ്പീഡ് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇനി ഒരു പക്ഷേ എന്തെങ്കിലും ടെക്നോളജിയിൽ നമ്മൾ ബാക്കിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ കുറേ പാരഡോക്സുകൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഞാൻ ഇവിടുന്ന് സഞ്ചരിച്ച് അങ്ങ് പഴയ ഒരു 50 വർഷം പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പനെ അങ്ങ് തട്ടി. അപ്പം ഞാനുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ബിക്കോസ് അതാണ് കാരണം. എൻ്റെ കാരണം അവിടെ നിന്നാണ്. അപ്പോൾ ആ കാരണം ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ എക്സിസ്റ്റൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഈസ് എ ഡിഫൈൻഡ്. അങ്ങനെയുള്ള പാരഡോക്സുകൾ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം ട്രാവലിനെ കുറിച്ച് നമുക്കിപ്പോഴും ഒരു ഫിക്ഷൻ അപ്പുറത്തേക്ക് നമുക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഫിക്ഷൻ വളരെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്, ബാക്കിലേക്ക് പോകുന്നത്. പക്ഷേ ദർ ആർ പ്രോബ്ലംസ്. യെസ്. സയന്റിഫിക് ടെമ്പറിന്റെ കാര്യത്തിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൂടുതലും മിക്കവാറും വാട്സപ്പ് ഫോർവേഡ്, ഫേസ്ബുക്ക് ഷെയർ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഫിൽട്ടർ ചെയ്യാനായിട്ട് മിക്കവാറും അതിനെ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒതന്റിക് ആയിട്ട് കണ്ടിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും, ചിലപ്പോൾ വളരെ സിസ്റ്റംഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു പ്രസ്താവന. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഷാഗിൻ്റെ രീതിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക പ്രോപ്പർ സയന്റിഫിക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് പക്ഷേ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ്? ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാന്നുള്ള. ഇത് എന്നാൽ ഈ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന സാധനം ഓതന്റിക് ആണോ അല്ലയോ എന്ന് അറിയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓതന്റിക് ഇൻഫർമേഷൻ വേണ്ടവർക്കേ ഈ പ്രശ്നമുള്ളൂ. നമ്മൾ ആ ഒരു പരിമിതി എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് ഓതന്റിക്കായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ യു ആർ കൺസ്ട്രെയിൻഡ്. നിങ്ങൾക്ക് മണ്ടത്തരം പറയാനാണെന്നുണ്ടെങ്കിൽ യു ഹാവ് നോ ലിമിറ്റേഷൻ. അത് വെരി സീരിയസ് അസിമെട്രി. അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, എനിക്കിപ്പോൾ സെൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം, ഒബ്ജക്റ്റീവായിട്ട് തെളിവുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണമെന്ന് വാശിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോക്ക് തീരും. നേരെ മറിച്ച് എനിക്ക് വായി തോന്നുന്ന എന്ത് പറയാമെന്നുള്ള ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര 2 ആഴ്ച 3 ആഴ്ച നിൽക്കുന്ന എന്താണ് എസൻസ് മഹാമഹം ഇവിടെ നടത്താം, സപ്താഹമോ ഒക്കെ നമുക്ക് നടത്താം. ഇങ്ങനെ നീണ്ടുപോയി, നോ ലിമിറ്റേഷൻ അറ്റ് ഓൾ. അതാണ് പ്രശ്നം. അപ്പോൾ ആകെ നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ കള്ളൻ ഏത് വഴി വേണേലും ഓടാം, പോലീസിന് കള്ളൻ്റെ പുറകെ തന്നെ ഓടണം എന്നൊരു ലിമിറ്റേഷനും ഉണ്ട്. അപ്പോൾ എഴുതുന്നവർക്ക് എല്ലാ വിഷയം എഴുതാം.
അവർ നിങ്ങളുടെ ആരോഗ്യം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡ്രഗ്സ്, കെമിക്കൽ റിയാക്ഷൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ന്യൂക്ലിയർ റിയാക്ഷൻ എല്ലാത്തിനെ കുറിച്ച് എഴുതും. അപ്പോൾ നമുക്കിതിലേതെങ്കിലും ഒരു വിഷയം തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അറിയുള്ളാവുള്ളൂ. അപ്പോൾ നെല്ലും ബദലും വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെയ്യാവുന്നൊരു ഇനി അതിനകത്ത് നെല്ലും ബദലും വേർതിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഇരുതല വാളാണ്, രണ്ടിനും ഉപയോഗിക്കാം. നിങ്ങൾ ആ പറഞ്ഞേക്കുന്ന പേരും ഇൻസ്റ്റിറ്റ്യൂഷനും ചേർത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്ന ഡോക്ടർ അല്ലെങ്കിൽ ഇന്ന സയൻറ്റിസ്റ്റാണ് ഇത് പറയുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ അങ്ങനെ ഒരു സയൻറ്റിസ്റ്റോ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സെർച്ച് ചെയ്യുക. അത് സാധ്യത കുറവാണ്. ആക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ഉറപ്പിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ പ്രൊഫൈലൊക്കെ നോക്കുക. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിതൊക്കെ പറഞ്ഞു കാണും. അതല്ല അതിൻ്റെ തെളിവ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും 1+1 2 എന്ന് പറയുന്നത് കൊണ്ടല്ല 1+1 2 ആകുന്നത്. അതിന് കാരണം വേറെ ഉണ്ട്. അതൊന്ന്. പിന്നെ അത് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും തിരക്ക് ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് നെല്ലുമ്പതിലും വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉപയോഗിക്കാവുന്ന ചില ടിപ്സാണ്. എല്ലാത്തിലും മണ്ടത്തരത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ഈ പണ്ടത്തെ അപ്പൂപ്പൻ കണ്ടുപിടിച്ച കാര്യം, നമ്മുടെ അവർ ഗ്രേറ്റ് ഫാദേഴ്സ് കണ്ടെത്തി. അപ്പീൽ ടു ആൻഷ്യൻ വിസ്ഡം എന്ന് പറയും. അതൊരു ലക്ഷണമാണ്. ഇപ്പോഴത്തെ ഒരു അപ്പീൽ, ഒരു സെല്ലിങ് മാർക്കറ്റിംഗ് വാല്യൂ ഉള്ളൊരു സാധനമാണ്. അതുണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ അതങ്ങ് ഒഴിവാക്കുക. അതിനകത്ത് അവർ പറയും പണ്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് തെറ്റാണെന്നുള്ള അസംഷനിലല്ല പറയുന്നത്. അങ്ങനെയുള്ളൊരു അപ്പീൽ വരുന്നത് പ്രശ്നമാണ്. രണ്ട്, ഏറ്റവും അടിയിലൊരു സാധനം കാണും, പ്ലീസ് ഷെയർ. അതൊരു കുഴപ്പമാണ്. ഇത് ഉടനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കൂ എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ആരെങ്കിലുമൊക്കെ മുട്ട് കുത്തിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത പോസ്റ്റുകളുണ്ട്. നാസ അന്തം വിട്ട് നിൽക്കുന്നു ഇത് കണ്ടിട്ട്. നാസയുടെ മുട്ടൊക്കെ തേഞ്ഞിരിക്കുക, കുറേ കാലമായിട്ട് മുട്ടുകുത്തോട് കുത്താണ്. അതൊരു ലക്ഷണമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഒരാൾ കാൽക്കുലസ് കണ്ടെത്തിയിരുന്നു. 5000 വർഷം മുമ്പ് ഒരാൾക്ക് കാൽക്കുലസ് അറിയാമായിരുന്നു. ഓക്കെ, അറിഞ്ഞോട്ടെ. പക്ഷെ അതിന് ന്യൂട്ടനെ കള്ളനാക്കേണ്ട കാര്യമില്ല. അതറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെന്നോ എന്തെങ്കിലും രേഖകളുണ്ടെന്നോ ഒക്കെ ഉള്ളൊരു ലേഖനം ഓക്കെ, കൺസിഡറബിൾ, വായിച്ചു നോക്കാം, ശ്രദ്ധിക്കാം. പക്ഷേ അതിന് തുടക്കത്തിൽ തന്നെ ന്യൂട്ടൺ ഇവിടുന്ന് അടിച്ചു മാറ്റിയതാണ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് വേറെന്തോ കുഴപ്പം. ഒരാളെ കള്ളനാക്കാതെയും വേറൊരാളെ മഹാനാക്കാം. അത് ഇപ്പോൾ ഈ പറയുന്നില്ലേ, എൻ്റെ മരുന്നിന് ഞാൻ തട്ടിപ്പ് വൈദ്യക്കാരുടെ എല്ലാം വാദം എന്ന് കഴിഞ്ഞാൽ അവരുടെ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുമെന്നോ അതിൻ്റെ ഗുണങ്ങളല്ല, ഇവിടെ മുഴുവൻ മരുന്ന് മാഫിയാണെന്നുള്ളതാണ് അവരുടെ കഴിവ്. അതല്ല, അതൊരു ലക്ഷണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഷെയർ, നമ്മുടെ വീക്ക്നെസ് മുതലെടുക്കുന്ന പെട്ടെന്ന് സത്യമാകാനുള്ള കാര്യങ്ങൾ, എല്ലാ അസുഖങ്ങളും കൂടെ ഒരു മരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ലക്ഷണങ്ങൾ. ആഗോളതാപനത്തെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആഗോളതാപനം കാരണം ഭൂമി വാസയോഗ്യമല്ലാതായിത്തീരുമെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വാസയോഗ്യമല്ലാതായിത്തീരുമെന്നുള്ള ചില. ഓസ്ട്രേലിയയിൽ താപനില എത്രത്തോളം ഉയരുന്നുണ്ട്? കഴിഞ്ഞ സമ്മറിലൊക്കെ 41-42 വരെയൊക്കെ എത്തിയായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ ബാംഗ്ലൂർ കുറെ വർഷങ്ങൾക്ക് ശേഷം കുടിവെള്ളമൊന്നും കാണില്ല, അവിടെ ജീവിക്കാൻ പറ്റിയായിരുന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആഗോളതാപനം കൊണ്ടാണോ അതോ ആഗോളതാപനം മൂലം ഭൂമി വാസയോഗ്യം അല്ലാതായി തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന്, അത് ഈ ആഗോളതാപനം വളരെ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു ഇഷ്യൂ ആണ്. പൊതുവെ ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു ഇംപ്രഷൻ ഈ ചൂട് കൂടുന്നതാണ് നമ്മൾ അതിനങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. ഒന്ന്, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റൈസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് സർഫസ്. അത് വേനൽക്കാലത്ത് കൂടുതൽ ചൂട് കൂടുന്നത് ആഗോളതാപനം ആവണമെന്നില്ല. ആഗോളതാപനം കൊണ്ടുണ്ടാകാം. വേനൽക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതിന് വേറെയും കാരണങ്ങളുണ്ടാവാം. അതിനെ നേരിട്ട് ആഗോളതാപനമാണെന്ന് മനസ്സിലാക്കാതിരിക്കുക. ആഗോളതാപനം ഭൂമിയിലെ ആവറേജ് ടെമ്പറേച്ചർ നമ്മുടെ പഴയ ജിയോളജിക്കൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ കൂടിയും കുറഞ്ഞും, ഒരുപാട് കൂടിയും ഒരുപാട് താഴ്ന്നും പോയിട്ടുണ്ട്. 10,000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഐസ് ഏജസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ഈ ഞാൻ നേരത്തെ കാണിച്ച ആ മൈഗ്രേഷൻ ഉണ്ടല്ലോ, അതും ഈ ഒരു ഇത്തരം ജിയോളജിക്കൽ ചേഞ്ചസും തമ്മിൽ ഭയങ്കര കോറിലേഷൻസ് പലയിടത്തും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രീൻലാൻഡിൻ്റെയും ഐസ്ലാൻഡിൻ്റെയും ഫോട്ടോ ഇട്ടിട്ടുണ്ടോ? ഐസ്ലാൻഡ് നല്ല ഗ്രീനറി ഉള്ളൊരു രാജ്യമാണ്. ഗ്രീൻലാൻഡ് പക്ക ഐസ് മൂടിയൊരു രാജ്യമാണ്. അത് ഈ ഒരു അവിടേക്ക് വരുന്ന ആ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഉള്ള കാലാവസ്ഥ അല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അന്നിത് വേറൊരു രീതിയിലായിരുന്നു. അത്തരം ലാർജ് സ്കെയിൽ ചേഞ്ചസ് വളരെ സ്ലോ ടൈം സ്കെയിലിൽ ഭൂമി മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് എർത്ത് ഈസ് വാർമിങ് അപ്പ്, അതിൽ മനുഷ്യനും പങ്കുണ്ട് എന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഹ്യൂമൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ആൻഡ് ഹ്യൂമൻസ് ആർ ആക്ച്വലി ഇൻഫ്ലുവൻസിങ് ഗ്ലോബൽ വാർമിംഗ്, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷേ ഈ വേനൽക്കാലത്ത് കൂടുതൽ താപനില പോകുന്നത് ആഗോളതാപനത്തിൻ്റെ നേരിട്ടുള്ള പ്രതിഫലനം ആകണമെന്നില്ല. ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് വിൻ്ററിൽ കൂടുതൽ തണുപ്പും വരാം. അതൊരു വെതർ അല്ലെങ്കിൽ ക്ലൈമറ്റ്, ഈ ഫീൽ ചെയ്യുന്ന സാധനം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ബുദ്ധിമുട്ടാണ്. ഈ സ്പീഡ് ഓഫ് ലൈറ്റിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ വൺ ഓഫ് ദി റീസൺ. ഈ ലോജിക്കൽ കൺക്ലൂഷൻസ് ഏത് കാറ്റഗറിയിലാണ് പെടുക? ഇപ്പോൾ ഒരു റെഡ് ബോളും ഒരു ബ്ലൂ ബോളും രണ്ട് വെവ്വേറെ പെട്ടികളിലാക്കിയിട്ട് ഒന്ന് സൂര്യനിൽ കൊണ്ടുവച്ച് അവിടെ അത് തുറക്കുന്ന എത്രയോ മൈന്യൂട്ട് ആ ടൈമിൽ തന്നെ നമുക്കറിയാം ഭൂമിയിലുള്ളത് മറ്റേ ബോളാണ്. ആ 8 മിനിറ്റ് 29 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് ശരിക്കും സ്പീഡ് ലിമിറ്റിനെ ക്രോസ് ചെയ്യല്ലേ ചെയ്യുന്നത്? അല്ല, അത് അവിടെ ഒരു കുഴപ്പമുണ്ട്. അത് നമുക്ക് പറയുമ്പോഴും പ്രകാശത്തേക്കാൾ വേഗത്തിൽ മനുഷ്യൻ്റെ മനസ്സിന് സഞ്ചരിക്കാൻ പറ്റുമോ നമ്മളിങ്ങനെ ഈ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് സ്പീഡ് ലിമിറ്റ് വരുന്നത്? ഇപ്പം നിങ്ങളുടെ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്, അത് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കും, 12 mv². അപ്പോൾ ഈ 12 mv² അതിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഫോഴ്സ് അതിൽ ചെയ്യുന്ന വർക്കാണ് അതിൻ്റെ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ശരിക്കും ഈ സ്പീഡ് ലിമിറ്റിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുന്നത് ഫോർ സംതിങ് ടു ബി ആക്സിലറേറ്റഡ് ബിയോണ്ട് ലൈറ്റ് സ്പീഡ് c, അവിടെ എത്തുമ്പോൾ ഈ ചെയ്യുന്ന എനർജി ഇൻഫിനിറ്റി ആവും. ഇൻഫിനിറ്റി ഈസ് എ മീനിങ്ലെസ് കോൺസെപ്റ്റ് ഇൻ ഫിസിക്സ്. അതുകൊണ്ടാണത് ക്രോസ് ചെയ്യാൻ പറ്റാത്ത സ്പീഡ് ലിമിറ്റായിട്ട് മാറുന്നത്. ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് എനർജി ഓൾസോ. ഇതല്ല, ദിസ് ഈസ് എ ലോജിക്കൽ കൺക്ലൂഷൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ സ്പീഡ് ലിമിറ്റ് ഓഫ് ലൈറ്റ്. അത് വേറൊരു കാര്യത്തിലൂടെ ഇത് പ്രയോഗിക്കാറുണ്ട്. ഈ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ, അതായത് യൂണിവേഴ്സ് ഒരു ചെറിയ പോയിന്റിൽ നിന്നാണ് ബിഗ് ബാങ് ആരംഭിക്കുന്നത്. പക്ഷെ അതിനൊരു ഇൻഫ്ലേഷൻ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്ന് ബില്യൺസ് ഓഫ് ടൈംസ് ഇത് എക്സ്പാൻഡ് ചെയ്തു. ആ സമയത്ത് ശരിക്കും അവിടുത്തെ യൂണിവേഴ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ ലൈറ്റ് സ്പീഡ്. പക്ഷേ വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് എ പോയിന്റ് ഇൻ സ്പേസ് ടൈം, ഇറ്റ്സ് നോട്ട് ആൻ ആക്ച്വൽ ഒബ്ജക്റ്റ്. പോയിന്റിൻ്റെ സ്പീഡ് ലൈറ്റ് സ്പീഡ് ക്രോസ് ചെയ്യുന്നതിനെ ഫിസിക്സ് ഒരു രീതിയിലും തടയുന്നില്ല. മീൻ ജനറൽ റിലേറ്റിവിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് സ്പീഡ്. ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ സ്പീഡ്. ഈവൻ ഓൾസോ when the galaxies are all receding away, this speed can actually cross the speed limit of size because the gravities are not actually moving. They are actually feeling to move away because of the expansion of the space in between. And general relativity does not prevent it. അത് നോൺ ഫിസിക്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലൊരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. നമ്മൾ എത്ര ദൂരെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരെണ്ണം തുറക്കുമ്പോൾ മറ്റത് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. ഈ ലോജിക്കൽ കൺക്ലൂഷന്റെ കാര്യം പറഞ്ഞാല് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മളൊരു ബോൾ കാണുമ്പോൾ ആ ഒരു ലൈറ്റ് വന്നിട്ട് അത് നമ്മുടെ ബ്രെയിനിക്ക് പോകുന്നത് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ടാണ്. അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. അല്ല, പക്ഷെ ആ ലിമിറ്റേഷൻ ഇവിടെ ബാധകമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് എനിവേ ദെയർ. അതിപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഐഡിയലൈസ്ഡ് കോൺസെപ്റ്റ് നമുക്ക് അപ്പം തന്നെ അത് കിട്ടിയെന്ന് സങ്കല്പിച്ചാൽ പോലും ദാറ്റ് ഹോൾഡ്സ്. Any more questions? Should be the last question. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. ശാസ്ത്ര ചരിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ശാസ്ത്രത്തിന് ആരംഭം പിടിച്ചതും അതിനെ വളർത്തിക്കൊണ്ടുവന്നതൊക്കെ അതിലെ ശാസ്ത്രജ്ഞന്മാരെ മുകളിൽ പരിശോധിക്കുമ്പോൾ എല്ലാവരും നമുക്ക് ഒറ്റ നിരീശ്വരവാദികൾ അതിൽ കാണാൻ പറ്റും. എല്ലാ മതവാദികളും അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് ശാസ്ത്രത്തെ മതം നിരുത്സാഹപ്പെടുത്തിയെന്ന് പറയാൻ കഴിയും? ഈ നിരീശ്വരവാദിയും മതവും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് പറയൂ. അത് ഒരു കുഴപ്പിക്കുന്ന കണക്ഷനാണ്. എന്തോ? ഓക്കെ, അതായത് ഞാനിപ്പോഴും തുടക്കത്തിൽ പറഞ്ഞ ഐഡിയ തന്നെയാണ് ഇനി എനിക്ക് ഉത്തരവായിട്ട് പറയാനുള്ളത്. യു ലീവ് ദ പീപ്പിൾ ആൻഡ് ടേക്ക് ദ ഐഡിയാസ്. ഇപ്പോൾ ഐസക് ന്യൂട്ടൻ നല്ലൊരു റിലീജിയസ് മാനായിരുന്നു. റിലീജിയസ് എന്ന് മാത്രമല്ല, ഇന്നത്തെ ഭാഷയിൽ ഒരുപക്ഷെ ഞാനൊക്കെ വിശേഷിപ്പിക്കുന്ന നല്ല എ ക്ലാസ് അന്ധവിശ്വാസിയുമായിരുന്നു. That doesn't make gravity wrong. You're talking about gravity, not talking about Newton. Newton's law of gravity എന്ന് പറയുന്നത് ന്യൂട്ടൺ അത് കൊണ്ടുവന്നത് കൊണ്ട്
ആ പേരിൽ അറിയപ്പെട്ടു. ന്യൂട്ടൺ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം സംബഡി എൽസ് ഷുഡ് ഹാവ്. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഈ പേരുകളൊക്കെ അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ മതം പിന്നിലോട്ടടിച്ചു എന്ന് ഞാൻ പറയുന്നത് മതാത്മകമായ ചിന്തകൾ, മതാത്മകമായ ആശയങ്ങളുടെ സ്വാധീനം ശാസ്ത്രത്തെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. അവിടെ വ്യക്തികൾ ആര് എന്നുള്ളതല്ല. അതിപ്പോൾ ന്യൂട്ടൺ ആണെങ്കിലും ന്യൂട്ടൺ കണ്ടുപിടിച്ച ആവർത്തിക്കുന്നു, ന്യൂട്ടൺ കണ്ടുപിടിച്ചതിൽ തെളിവുള്ള കാര്യങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പോ മതം അടിച്ചു എന്ന് പറയുന്നെങ്കിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും ഇത് വളർത്തിക്കൊണ്ടുവരാം. നമ്മുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ മതത്തിന്റെ ആളുകളല്ലാതെ വേറെ ആരും വളർത്തിക്കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മതം വളർത്തിക്കൊണ്ടുവന്ന ഒരു ഐഡിയ പറയാമോ? മതം വളർത്തിക്കൊണ്ടുവന്ന ഒരു ശാസ്ത്രീയമായ ഒരു ഐഡിയ പറയാമോ? ഞാൻ പറയുന്നത് മതം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല. നമ്മളിപ്പോ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്താണ് മതം കൊണ്ടുവന്ന സിവിലൈസേഷൻസിൽ ഉണ്ടായിട്ടുള്ള മതം സിവിലൈസേഷൻ കൊണ്ടുവന്നതാണോ സിവിലൈസേഷൻസ് മതം കൊണ്ടുവന്നു എന്നുള്ളതാണ്? ഏതാണ് കുറച്ച് കൊണ്ടുവന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണം? ഇസ്ലാമിക് സിവിലൈസേഷൻ ആണെങ്കിൽ അതൊരു മതം കൊണ്ടുവന്ന സിവിലൈസേഷനാണ്. ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? എന്താണ് ആ ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് ഒരു കൾച്ചറിന് ഏതെങ്കിലും ഒരു സിവിലൈസേഷനെ ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അത് ആ മതത്തിന്റെ ഉത്ഭവത്തിന് ശേഷം ആ മതത്തിന്റെ ആശയങ്ങൾ പ്രചോദിതമായ സിവിലൈസേഷൻ ആയതുകൊണ്ടാണ് അത് ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് വളരെ വെയ്ഗായിട്ടുള്ളൊരു കൂട്ടിക്കെട്ടലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രോഫറ്റ് മുഹമ്മദിന്റെ അച്ഛൻ മുസ്ലിം ആയിരുന്നോ? ഇസ്ലാമിക് കൺസെപ്റ്റ് പ്രകാരം, ഇസ്ലാമിക് വിശ്വാസപ്രകാരം ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ഇസ്ലാമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയാൻഡർതാൽ മനുഷ്യൻ ഏതിൽ വരും? നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് താങ്കൾക്ക് ക്ലിയർ അല്ല എന്നാണ് ഉത്തരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്റെ പോയിന്റ് ഇത്രയുള്ളൂ. അതായത് മതശാസ്ത്രത്തെ പിറകോട്ടടിച്ചു എന്ന് പറയണമെങ്കിൽ ചരിത്രത്തില് മതമല്ലാതെ മതത്തിന്റെ ആളുകളില്ലാതെ വേറെ ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തടത്തോളം എങ്ങനെയാണ് മതശാസ്ത്രത്തെ പിറകോട്ടടിച്ചെന്ന് പറയുന്നത്? ഒരാൾ എങ്ങനെയാണ് മതത്തിന്റെ ആളെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ ഡിങ്കോയിസത്തെ തള്ളി പറയാത്ത ആളാണ്. ഗണിതശാസ്ത്രജ്ഞൻ, ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മാത്തമാറ്റിക്സ് അറിയാം. അത് 1906 സീക്വൻസ് പുള്ളി കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഹിന്ദുവാണോ അതോ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഞാൻ സൈക്കോ ക്രിസ്ത്യനാണ്. ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചാല് മതത്തിന് സംഭാവനയാണ്. ഞാൻ വിചാരിക്കുന്ന മാധവാചാര്യർ ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ഹിന്ദുയിസം. He was in the Hindu society. But according to him, Madhavacharya was also a Muslim. വളരെ മുമ്പാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതായത് മതത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന സൊസൈറ്റിയിലാണ് ആളുകളൊക്കെ വന്നത്. അപ്പൊ എങ്ങനെയാണ് പറയാൻ കഴിയുക മതശാസ്ത്രത്തെ പുറകോട്ടെടുക്കുന്നത്? അതെ, താങ്കൾ പറയുന്ന കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നു. മതത്തിന് സ്വാധീനമുള്ള സമൂഹത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. അതെ, മതത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന, മതം നിയന്ത്രിച്ചിരുന്ന സൊസൈറ്റികളിൽ നിന്ന് പോലും ശാസ്ത്രം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ മഹത്വമാണ്. അത് സർവൈവ് ചെയ്തു അവിടെ നിന്ന്. ഇവല്യൂഷന്റെ ഏത് പോയിന്റിലാണ് ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞ സംഭവം? ഏത് പോയിന്റ് ആണെന്ന് എനിക്കറിയില്ല. അതിന് ഞാൻ എവിടെയൊക്കെ എക്സ്പ്ലനേഷൻസ് വായിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. ഞാൻ ആ ബുക്കിൻ്റെ പേര് മറന്നുപോയി, നോക്കട്ടെ, ഞാനത് പിന്നീട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാനതിൻ്റെ ചില ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് വായിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ജീൻസിൻ്റെ നമ്മുടെ ജനറ്റിക് കോഡ്, ഇപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാക്ട് റെപ്ലിക്ക വരുമ്പോൾ, ഇപ്പോൾ ഒരേ പൂട്ട് പിന്നെയും നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഒരു താക്കോല് മതി എങ്ങനെയുള്ള എല്ലാം തുറക്കാൻ. ഇപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ എല്ലാ ജനറേഷൻസും ചിലപ്പോൾ വൈപ്പൗട്ടായി പോകും. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ തവണ മീറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് വേറൊരു ഡിഫറൻറ്റ്. അപ്പോൾ മറ്റേ വൈറസിന് പിന്നെയും ആ സെയിം ടൂൾസ് അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. അതാണ് പലയിടത്തും സർവൈവ് ചെയ്തെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം, ഈ പൊട്ടറ്റോസ് റീപ്രൊഡക്ഷൻ ഇങ്ങനെയല്ല. പൊട്ടറ്റോസ് ഒരു ക്ഷാമത്തിന് കാരണം ഉണ്ടായിട്ടെന്നാണ് പറയുന്നത്. പൊട്ടറ്റോസ് മാത്രം കഴിച്ചിരുന്ന ഒരു രാജ്യത്ത് ഒരു വൈറൽ അറ്റാക്ക് വന്നപ്പോൾ പൊട്ടറ്റോസ് അങ്ങ് വൈപ്ഡ് ഔട്ട് ആയിപ്പോയി. അപ്പം പൊട്ടറ്റോ ഡിപ്പെൻഡ് ചെയ്തിരുന്നൊരു സിവിലൈസേഷൻ
എക്സിസ്റ്റൻസ് ക്രൈസിസ് വന്നു. അത് അതിനൊരു എക്സാമ്പിളായിട്ട് കാണിക്കണം. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഓവർ ദിസ്. അതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയുള്ള അടിസ്ഥാന കാര്യം. അത് ഏത് പോയിന്റാണെന്നുള്ള കാര്യം പറയാൻ എനിക്കറിയില്ല ഇപ്പോൾ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എവരി വൺ. താങ്ക്സ് വൈശാഖൻ. സോ അടുത്തത് നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിന് ഹേമേഷ്. താങ്ക് യു വൈശാഖൻ. അനോണിമസ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, no duty is as important than thanking the person. So on behalf of Essence and my own behalf, I would like to thank Vaisakhan for spending his time with us and sharing his experiences and knowledge. അങ്ങനൊന്നും ഇല്ല എന്ന് വൈശാഖൻ പറയുകയാണെങ്കിൽ പോലും ഞങ്ങൾക്കൊക്കെ ഓർപ്പുണ്ട്, യു ആർ ഓൺ ടോപ്പ്. സോ താങ്ക് യു വെരി മച്ച്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എസെൻസ് സിഡ്നി കുറേ കൂടി ഒരു സ്ട്രക്ചർ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ വി വുഡ് ലൈക്ക് ടു രജിസ്റ്റർ ദി ഓർഗനൈസേഷൻ ആസ് എ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. സോ ആർക്കൊക്കെ താല്പര്യമുണ്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എസെൻസിൻ്റെ ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഉണ്ടാവും, ലൈക്ക് സ്കൈ വാച്ചിങ്, എവല്യൂഷനെ കുറിച്ചുള്ള ഡിബേറ്റ്സ് അല്ലെങ്കിൽ എവല്യൂഷനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്, സയൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്. ഒരു പക്ഷേ വൈശാഖൻ തന്നെ തിരിച്ച് വരേണ്ടി വരും. സോ ഡോണ്ട് ബി സ്കെയർ. പിന്നെ കുട്ടികൾക്കുള്ള ക്വിസ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി എസെൻസ് 3 സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഓൾ ഓവർ ഓസ്ട്രേലിയ ബേസിസിൽ നമ്മൾ കുട്ടികൾക്ക് ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ all of you please support as always you have done. അപ്പോൾ നിങ്ങളാരും ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കാനും ഇതൊരു വിജയിപ്പിച്ചെടുക്കാനും സാധിക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിച്ചോട് തന്നെ I would like to thank everyone, and also thanks for your participation and thanks for your heartfelt contributions. And if anyone wants to contribute, we are still available and we are still open. And thanks for your time, and thank you, and see you all again. Thanks.